നമസ്കാരം. എല്ലാ പ്രേക്ഷകർക്കും സ്പോട്ട് ലൈവിലേക്ക് സ്വാഗതം. ഇന്നത്തെ പ്രധാനപ്പെട്ട വാർത്തകളിലേക്ക് പോകാം. നമുക്ക് തിരുവനന്തപുരം വിളപ്പിൽശാല. കഴിഞ്ഞ ദിവസം ഈ വിളപ്പിൽശാല വാർത്തകളിൽ നിറഞ്ഞത് അവിടുത്തെ ആശുപത്രിയുടെ അനാസ്ഥ എന്ന ആരോപണത്തിലാണെങ്കിൽ ഇന്ന് വിളപ്പിൽശാലയിൽ രണ്ടാം ഭർത്താവ് ഭാര്യയെ മർദ്ദിച്ച് കൊലപ്പെടുത്തി എന്നതാണ് വാർത്ത. പേയാട് അരുവിപ്പുറം രതീഷ് ഹൌസിൽ താമസിച്ചിരുന്ന വിദ്യാചന്ദ്രനാണ് മരിച്ചത്. പ്രതി രതീഷിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. നേരത്തെ വിവാഹിതയായിരുന്ന വിദ്യ കുറച്ചു വർഷങ്ങളായി രതീഷിനൊപ്പമായിരുന്നു താമസം. രതീഷ് നിരവധി കേസുകളിലെ പ്രതിയാണെന്ന് വിളപ്പിൽശാല പോലീസ് പറഞ്ഞു. സാരംഗ് സുധാകരൻ വിവരങ്ങളുമായി. സാരംഗ്, പ്രാഥമികമായി ഇതിൽ നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ എന്തൊക്കെയാണ്? ശ്രീജ, ഈ ഒരു വിഷയം എന്ന് പറയുന്നത് ഈ യുവതി, അതായത് മുൻപ് വിവാഹം കഴിഞ്ഞിരുന്നു, അതിനുശേഷം രതീഷുമായി ഒന്നിച്ച് താമസിക്കുകയായിരുന്നു. ഇവർ തമ്മിൽ മുൻപും ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു, വാക്കുതർക്കമടക്കം ഉണ്ടായിരുന്നു. അതിൻ്റെ പേരിൽ ഇവർ പിണങ്ങി നിൽക്കുകയായിരുന്നു. അതിനുശേഷമാണ് രതീഷ് ആ ഒരു പ്രശ്നം പരിഹരിച്ചതിന് ശേഷം വീട്ടിലേക്ക് വിളിച്ചു വരുത്തുന്നത്. പിന്നീട് കഴിഞ്ഞ ദിവസം ഈ ഒരു വിഷയമുണ്ടാകുന്നു, മർദ്ദിക്കുകയും ചെയ്യുന്നു. തുടർന്നാണ് ഈ ഒരു യുവതി മരണത്തിന് കീഴടങ്ങുന്നത്. ഈ ഒരു വിവരം പുറത്തറിയിക്കുന്നത് ഭർത്താവ് തന്നെയാണ്. രതീഷാണ് സുഹൃത്തുക്കളെ വിളിച്ചറിയിക്കുന്നത്. സുഹൃത്തുക്കൾ ഈ രതീഷ് വിളിച്ച സുഹൃത്തുക്കൾ മറ്റുള്ളവരെയും അറിയിക്കുന്നു. അങ്ങനെയാണ് പോലീസ് സംഭവ സ്ഥലത്തെത്തുകയും ഈ ഒരു യുവതി, അതായത് ദിവ്യ മരിച്ചു എന്ന് സ്ഥിരീകരിക്കുന്നത്. പിന്നീട് ഹോസ്പിറ്റലിലേക്ക് അടക്കം മാറ്റുകയായിരുന്നു. ഒരു യുവതി, അതായത് ഇത്തരത്തിൽ, അതായത് ഇവർ തമ്മിലുള്ള പ്രശ്നം, അതായത് ഇതിന് മുൻപും ഇത് സ്ഥിരമായി വഴക്കുണ്ടാക്കുകയായിരുന്നു. ഇവർ തമ്മിൽ വഴക്കിട്ട് മാറി നിൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. മുൻപ് വിവാഹം കഴിച്ച യുവതിയാണ് അവിടെ നിന്നും മാറി, അതായത് രണ്ടാം ഭർത്താവാണ് ഇപ്പോൾ രതീഷ്. അവരുമായിട്ടുള്ള ഒരു അസ്വാരസ്യങ്ങൾ കാരണം മാറി നിൽക്കുന്ന ഒരു സാഹചര്യം ഇതിന് മുൻപും ഉണ്ടായിരുന്നു. അതിനുശേഷമാണ് പിന്നീട് അത് പറഞ്ഞ് അവസാനിപ്പിച്ച് വീണ്ടും ഇവർ ഒന്നിച്ച് താമസിക്കുകയും പിന്നീട് വീണ്ടും ഇവർ തമ്മിൽ വീണ്ടും വഴക്കുണ്ടാവുകയും അത് മർദ്ദനത്തിലേക്കും തുടർന്ന് ഈ യുവതിയുടെ മരണത്തിലേക്കും കലാശിക്കുകയായിരുന്നു. പോലീസ് എത്തിയാണ് ഈ യുവതിയെ ആശുപത്രിയിലേക്ക് മാറ്റുന്നത്. അതിനു മുൻപ് രതീഷ് തന്നെയാണ് ഇത്തരത്തിലൊരു സംഭവം നടന്നു എന്ന് പറഞ്ഞ് സുഹൃത്തുക്കളെ അറിയിക്കുകയും അതുവഴി പോലീസ് അറിയുകയും തുടർന്ന് യുവതിയെ ഹോസ്പിറ്റലിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാൻ കഴിഞ്ഞില്ല. ഇപ്പോൾ രതീഷ് പോലീസ് കസ്റ്റഡിയിലാണെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതായത് സ്ഥിരമായി ഉണ്ടാകുന്നൊരു തർക്കത്തിൽ കൂടുതൽ, അതായത് മർദ്ദനത്തിലേക്ക് എത്തുകയും അത് കൂടുതൽ ഗുരുതരമായി, അതായത് ജീവൻ എടുക്കുന്ന തരത്തിലേക്ക് മർദ്ദനം എത്തുകയും അങ്ങനെ യുവതിക്ക് ജീവൻ നഷ്ടമാകുകയും ചെയ്തു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ശ്രീജ, ഇയാൾ ഈ രതീഷ് സ്ഥിരം മദ്യപാനിയാണ്, ഒപ്പം ഇയാൾ മറ്റ് കേസുകളിലും പ്രതിയാണെന്നൊക്കെ അറിയുന്നു. ഇയാളുടെ ഒരു പശ്ചാത്തലത്തെക്കുറിച്ച് പോലീസ് നൽകുന്ന വിവരങ്ങൾ എന്തൊക്കെയാണ്? ശ്രീജ, ഈ ഒരു കേസുമായി മാത്രം ബന്ധപ്പെട്ട് നോക്കുകയാണെങ്കിൽ തന്നെ ഇതിന് മുൻപും ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിഷയങ്ങൾ ഉണ്ടായിരുന്നു. പക്ഷേ അത് പോലീസിൽ അറിയിച്ചില്ല, അത്തരത്തിലൊരു നിയമ നടപടിയിലേക്ക് എത്തിയില്ല എന്നതാണ് എടുത്തു പറയേണ്ടത്. പക്ഷേ സ്ഥിരം മദ്യപാനിയാണ്, മാത്രമല്ല ഈ ഒരു ചെറിയ കാര്യങ്ങൾക്ക് പോലും മർദ്ദിക്കുന്നൊരു സാഹചര്യം ഉണ്ടെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. മാത്രമല്ല മറ്റൊരു വിവാഹത്തിൽ നിന്നും മാറി നിൽക്കുന്നൊരു യുവതിയാണ്. അങ്ങനെ, അതായത് ഇതുമായി ബന്ധപ്പെട്ട, അതായത് കുടുംബ പശ്ചാത്തലവുമായി ബന്ധപ്പെട്ട വാക്ക് തർക്കങ്ങളാണ് ഈ മർദ്ദനത്തിലേക്ക് എത്തിയത് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതിനൊപ്പം തന്നെ മദ്യപാനശീലമുണ്ട്, സ്ഥിരം മദ്യപാനിയാണ്. ആ ഒരു മദ്യലഹരിയിലാണോ ഈ ഒരു കൃത്യം നടത്തിയത്? അത്തരത്തിലൊരു മദ്യലഹരിയിൽ ഉണ്ടായ വാക്കുതർക്കത്തിൽ നിന്നും മർദ്ദനത്തിലേക്കും തുടർന്ന് മരണം സംഭവിക്കുകയും ചെയ്തതാണോ എന്ന് അറിയില്ല. കാരണം അതുമായി ബന്ധപ്പെട്ട പോലീസിന്റെ പ്രാഥമിക അന്വേഷണമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം ആ വീട്ടിലേക്ക് DYSP അടക്കം എത്തിയൊരു സാഹചര്യം ഉണ്ടായിരുന്നു. അതുമാത്രമല്ല, ഇതിനു മുൻപ് ഈ ഒരു യുവതിയെ മർദ്ദിക്കുന്ന, അതായത് ഉപദ്രവിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു എന്നടക്കം പരിശോധിക്കും. കാരണം മുൻപ് ഇങ്ങനെ അസ്വാരസ്യപ്പെട്ട് മാറി നിൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നുവെങ്കിൽ മുൻപും ഇത്തരത്തിൽ ദേഹോപദ്രവം ഏൽപ്പിച്ചിട്ടുണ്ടോ ആവാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെയാണെങ്കിൽ സ്ഥിരമായി ഭാര്യയെ ഉപദ്രവിക്കുന്ന, ഈ ഒരു യുവതിയെ ഉപദ്രവിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ കരുതിക്കൂട്ടി നടത്തിയ ഒരു കൊലപാതകമാണോ എന്നടക്കം സംശയിക്കേണ്ടിയിരിക്കുന്നു. ഒപ്പം തന്നെ ഇയാളുടെ ഒരു പശ്ചാത്തലം, ക്രിമിനൽ പശ്ചാത്തലം ഇപ്പോൾ പോലീസ് പരിശോധിക്കുന്നു. സ്ഥിരം മദ്യപാനി എന്നാണെന്ന് ഇപ്പോൾ ഒരു സമീപവാസികളിൽ നിന്നും നാട്ടുകാരിൽ നിന്നും അറിയാൻ കഴിയുന്നൊരു വിവരം. അതിനൊപ്പം തന്നെ ഇതിന് മുൻപ് ഇത്തരത്തിലുള്ള, അതായത് മുൻപ് ഇങ്ങനെ ക്രിമിനൽ പശ്ചാത്തലമുള്ള ഒരു യുവാവാണോ ഈ രതീഷ് എന്ന കാര്യത്തിലും പോലീസ് അന്വേഷണം വ്യാപിക്കുന്നുണ്ട്. അതിനിടയിൽ പോലീസ് അന്വേഷിക്കുന്ന മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ദേഹോപദ്രവം, അതായത് കൊല്ലാൻ വേണ്ടി ചെയ്ത ഒരു കൃത്യമാണോ എന്ന കാര്യത്തിൽ പോലീസ് അന്വേഷണം നടക്കുന്നു. അതല്ല മർദ്ദിക്കുന്നതിനിടയിൽ നടന്ന ഒരു സംഭവമാണോ എന്ന കാര്യത്തിലും പോലീസ് കൃത്യമായ അന്വേഷണം, അത് ഈ ഒരു പോസ്റ്റ്മോർട്ടം നടപടികളും ഒപ്പം ഫോറൻസിക് പരിശോധന അടക്കം നടത്തിയാൽ മാത്രമേ വ്യക്തമാവുകയുള്ളൂ. അതുമായി ബന്ധപ്പെട്ട അന്വേഷണമാണ് ഇപ്പോൾ പോലീസ് നടത്തുന്നത്. ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യം, ഇയാൾ സ്ഥിരം മദ്യപാനി എന്നാണ്. മാത്രമല്ല ഭാര്യയെ സ്ഥിരമായി ഉപദ്രവിക്കാറുണ്ട്. ആ കാര്യം ഇപ്പോൾ നാട്ടുകാരും സുഹൃത്തുക്കളും സ്ഥിരീകരിക്കുന്നുണ്ട്. അതുമായി ബന്ധപ്പെട്ട പോലീസ് അന്വേഷണമാണ് നടക്കുന്നത്. ഇത് മനഃപൂർവ്വം നടത്തിയ ഒരു കൊലയാണോ എന്ന കാര്യത്തിൽ ഈ ഒരു പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടും ഒപ്പം ഫോറൻസിക് പരിശോധനയുടെ ഫലം വന്നാൽ മാത്രമേ മനസ്സിലാകുകയുള്ളൂ. ശ്രീജ, എപ്പോഴായിരുന്നു ഈ സംഭവം നടന്നത്? സാരംഗ്, ഈ സമീപവാസികളുമൊക്കെയായി ഇവർക്ക് എന്തെങ്കിലും ബന്ധമുണ്ടായിരുന്നോ? സമീപവാസികളൊക്കെ ഇവർ തമ്മിലുള്ള സ്ഥിരം വഴക്കിനെ കുറിച്ചൊക്കെ എന്താണ് പറയുന്നത്?
ഈ ഒരു വിവരം സമീപവാസികളല്ല തുടക്കത്തിൽ അറിഞ്ഞത്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ സുഹൃത്തുക്കൾ വഴിയാണ് ഈ ഒരു വിവരം പിന്നീട് പുറം ലോകം അറിയുന്നത്. പിന്നീട് പോലീസ് വഴിയാണ് പിന്നീട് ഈ ഒരു സംഭവം പുറം ലോകം അറിയുന്നത് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. പക്ഷേ ഇതിന് മുൻപും ഒരു സമീപവാസികളടക്കം പറയുന്നത് വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ മുൻപും ഇവർ തമ്മിലുള്ള തർക്കം ഉണ്ടായിട്ടുണ്ട്. പക്ഷേ അത് ഇത്ര കണ്ട രീതിയിലേക്ക് ഗുരുതരമായ രീതിയിലേക്ക് കടന്നിട്ടില്ല എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇവർ തമ്മിലുള്ള വാക്തർക്കങ്ങളും മറ്റും ഉണ്ടായിട്ടുണ്ട്. ദേഹോപദ്രവം ഏൽപ്പിച്ചിട്ടുണ്ട്. അതായത് ഈ ഒരു ഭാര്യയെ ഇതിന് മുൻപും ദേഹോപദ്രവം ഏൽപ്പിച്ചിട്ടുണ്ട്. അതിൻ്റെയൊക്കെ പരിണിത ഫലമായിട്ടാണ് ഈ യുവതി ഇവിടെ നിന്നും മാറി താമസിച്ചത് എന്നാണ് മനസ്സിലാക്കുന്നത്. പിന്നീട് രതീഷ് തന്നെ മുൻകൈ എടുത്തുകൊണ്ട് ഇവിടെ നിന്നും അതായത് പിന്നീട് ഈ യുവതിയെ തിരിച്ച് വീട്ടിലേക്ക് കൊണ്ടുവരികയായിരുന്നു. പക്ഷേ ഈ ഒരു മദ്യപാനത്തെ തുടർന്നുള്ളൊരു സംഭവമാണ് ഈ ഇത്തരത്തിലുള്ള ഒരു കൃത്യത്തിലേക്ക് എത്താനുള്ളൊരു സാഹചര്യം എന്ന് മനസ്സിലാക്കുന്നു. പക്ഷേ സമീപവാസികൾ പറയുന്നത് ഇവർ തമ്മിലുള്ള വഴക്ക് സ്ഥിരമാണ്. പക്ഷേ ഇത്തരത്തിലുള്ള വലിയൊരു കയ്യാങ്കളിയിലേക്കും ജീവനെടുക്കുന്ന തരത്തിലേക്കും ഇതിനു മുൻപ് അതായത് അത്ര കണ്ട് ഗുരുതരമായ രീതിയിലേക്ക് കാര്യങ്ങൾ എത്തിയിരുന്നില്ല. അങ്ങനെയെങ്കിൽ അതായത് സമീപവാസികൾ അറിഞ്ഞേനെ. പക്ഷേ ഈ ഒരു ഇത്രയും വലിയൊരു വഴക്ക് നടന്നിട്ടും അത് മരണത്തിലേക്ക് അടക്കം എത്തിയിട്ടും സമീപവാസികൾ അറിഞ്ഞില്ല എന്ന് പറയുമ്പോൾ അതിൽ ഒരു ദുരൂഹത ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ പോലീസ് ഇതിൽ കൃത്യമായ ഒരു അന്വേഷണമാണ് ഇപ്പോൾ നടത്തുന്നത്. ഈ ഒരു രതീഷ് തന്നെ സുഹൃത്തുക്കളെ വിളിച്ചറിയിക്കുന്നു. ആ സുഹൃത്തുക്കൾ വഴി പോലീസ് അറിയുന്നു. അപ്പോൾ ഇത് കയ്യബദ്ധം പറ്റിയതാണോ ഒപ്പം തന്നെ കരുതിക്കൂട്ടി അതായത് ഭാര്യയെ ഇപ്പോൾ നമ്മൾ കേരളത്തിൽ പലയിടങ്ങളിലും കാണുന്ന ഒരു വാർത്തയാണ് ഇത്തരത്തിലുള്ള കരുതിക്കൂട്ടിയുള്ള കുടുംബങ്ങൾക്കിടയിൽ തന്നെയുള്ള കൊലപാതകങ്ങളും അത്തരത്തിലുള്ള ഭാര്യയും ഭർത്താവും തമ്മിലുള്ള പ്രശ്നങ്ങൾ അത് കൊലപാതകത്തിലേക്കും മറ്റും കടക്കുന്ന ഒരു കാര്യം നമ്മൾ കേരളത്തിലുടനീളം കാണുന്ന ഒരു കാഴ്ചയാണ്. അപ്പോൾ അത്തരത്തിലുള്ള സാഹചര്യം കൂടി പോലീസ് പരിശോധിക്കുന്നുണ്ട്. മാത്രമല്ല ഇങ്ങനൊരു കൊല നടക്കുമ്പോൾ അത് സമീപവാസികൾ അറിഞ്ഞില്ല എന്നതും ഒരു ദുരൂഹത നിലനിൽക്കുന്നു. ഒപ്പം സുഹൃത്തുക്കൾ വഴിയാണ് പുറം ലോകം അറിയുന്നത്. അതുകൊണ്ട് തന്നെ പോലീസിന്റെ നിലവിലുള്ള പ്രാഥമിക അന്വേഷണത്തിൽ മനസ്സിലാക്കാൻ കഴിയുന്നത് മദ്യപിച്ചെത്തിയ രതീഷുമായി ഉണ്ടായ ഒരു വാക്ക് തർക്കം അത് ഒരു ഇത്തരത്തിലുള്ള കയ്യാങ്കളിയിലേക്കും ഒപ്പം ദേഹോപദ്രവം ഏൽക്കുന്നതിലേക്കും എത്തിക്കുന്നു. തുടർന്ന് ഈ ഒരു യുവതിയുടെ മരണത്തിന് അത് കാരണമാകുന്നു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതുമായി ബന്ധപ്പെട്ട ഒരു മരണം ആണ് ആ ഒരു ആക്രമണം നടന്നത് എന്നുമാണ് പോലീസ് മനസ്സിലാക്കുന്നത്. അതല്ല ഒരു കരുതിക്കൂട്ടി ഈ ഒരു രതീഷ് നടത്തിയ ഒരു കൊലപാതകമാണോ എന്ന കാര്യത്തിലും സ്ഥിരീകരണം വരേണ്ടതുണ്ട്. കാരണം കൃത്യമായി ഒരു സമീപവാസികൾ നിന്നുള്ള മൊഴികളും മറ്റും രേഖപ്പെടുത്തിയതിനു ശേഷം മാത്രമേ ഇതിൽ കൂടുതൽ സ്ഥിരീകരണം വരികയുള്ളൂ. ശ്രീജ, ശരി. സാരംഗ് സുധാകരനാണ് വിവരങ്ങൾ നൽകിയത്. തിരുവനന്തപുരം വിളപ്പിൽ ശാലയിലാണ് രണ്ടാം ഭർത്താവ് ഭാര്യയെ മർദ്ദിച്ചു കൊന്നത്. അത് മർദ്ദനത്തിനിടെ ഉണ്ടായ മരണമാണോ അതോ മനഃപൂർവ്വം ചെയ്തതാണോ എന്ന കാര്യത്തിലടക്കം പോലീസ് അന്വേഷണം നടത്തി വരികയാണ്. സുഹൃത്തിനെ ഇയാൾ തന്നെ വിളിച്ചറിയിച്ചതനുസരിച്ചാണ് പോലീസ് വീട്ടിലെത്തിയത്. ഈ പെൺകുട്ടിയെ വിദ്യയെ ആശുപത്രിയിൽ എത്തിക്കും മുൻപ് തന്നെ മരണം സംഭവിക്കുകയായിരുന്നു. ഇപ്പോൾ പോലീസ് കസ്റ്റഡിയിലാണ് ഇയാൾ ഉള്ളത്. സ്ഥിരം മദ്യപാനിയാണ് എന്ന വിവരങ്ങളടക്കം വരുന്നുണ്ട്. കൂടുതൽ വിവരങ്ങൾ ലഭ്യമായി വരുന്നതേയുള്ളൂ. തിരുവനന്തപുരം കമലേശ്വരത്ത് അമ്മയും മകളും ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ കൂടുതൽ വിവരങ്ങൾ പുറത്തുവരികയാണ്. പ്രതി ഉണ്ണികൃഷ്ണന് ആൺ സുഹൃത്തുക്കളോടായിരുന്നു താൽപ്പര്യമെന്ന് പോലീസ് പറയുന്നു. ആൺ കൂട്ടായ്മകളുടെ പല ഗ്രൂപ്പുകളിലും ഇയാൾ അംഗമായിരുന്നു. ഉണ്ണികൃഷ്ണന്റെ ഫോൺ പരിശോധിച്ചതിൽ നിന്നാണ് പോലീസിന് നിർണായകമായ വിവരങ്ങൾ ലഭിച്ചത്. തന്നോടുള്ള അവഗണനയാണ് മരണകാരണമെന്ന് ഗ്രീമ ആത്മഹത്യാക്കുറിപ്പിൽ എഴുതിയിരുന്നു. ഡാൻ കുര്യൻ വിവരങ്ങളുമായി. ഡാൻ, ഈ ഒരു ആത്മഹത്യയുടെ വാർത്ത വന്നപ്പോൾ മുതൽ സംശയം എന്തിനാണ് ഉന്നത വിദ്യാഭ്യാസം നേടിയ വളരെ സാമ്പത്തികമായി മെച്ചപ്പെട്ട നിലയിലുള്ള ഗ്രീമ എന്ന പെൺകുട്ടി എന്തിനിങ്ങനെ ഒരു ആത്മഹത്യ തെരഞ്ഞെടുത്തു, ഒപ്പം അമ്മയും ആത്മഹത്യ ചെയ്തു എന്നതായിരുന്നു പ്രധാനപ്പെട്ട സംശയം. ഭർത്താവിൻ്റെ അവഗണന എന്ന് പറയുമ്പോഴും അതിൽ വലിയ ദുരൂഹതകൾ ഉണ്ടായിരുന്നു. അതിലേക്കാണോ ഇപ്പോൾ പോലീസിന്റെ ഈ വിശദമായ അന്വേഷണങ്ങൾ വിരൽ ചൂണ്ടുന്നത്? 2019 ഇവരുടെ വിവാഹം കഴിഞ്ഞത്. പക്ഷേ 2019 വിവാഹം കഴിഞ്ഞ് പെട്ടെന്ന് തന്നെ ഉണ്ണികൃഷ്ണൻ അയർലൻഡിലേക്ക് പോയെങ്കിലും 54 ദിവസം മാത്രമാണ് ഈ 6 വർഷത്തിനിടയിൽ അവർ ഒരുമിച്ച് ജീവിച്ചത് എന്നാണ് പോലീസിന്റെ കണ്ടെത്തൽ. മാത്രമല്ല ഉണ്ണികൃഷ്ണന്റെ ഫോൺ കസ്റ്റഡിയിലെടുത്ത് പരിശോധിച്ചതിൽ നിന്നാണ് ഗേ ഗ്രൂപ്പുകളിൽ അംഗമായിരുന്നു ഉണ്ണികൃഷ്ണൻ എന്ന് പോലീസ് കണ്ടെത്തിയിരിക്കുന്നത്. പലപ്പോഴും ഉന്നത പഠനത്തിനായി വിദേശത്തേക്ക് പോയിരിക്കുന്നതിന് ബന്ധുക്കളോടക്കം ഫോണിൽ പോലും ബന്ധപ്പെടാൻ ഉണ്ണികൃഷ്ണൻ തയ്യാറാകുന്നില്ലായിരുന്നു എന്ന വിവരങ്ങളാണ് ആദ്യഘട്ടത്തിൽ ബന്ധുക്കളടക്കം പങ്കുവച്ചത്. ഇത് ബോധപൂർവം ഗ്രീമയുമായും കുടുംബവുമായും അകലം പാലിക്കുന്നതിന് കണ്ടെത്തിയ ഒരു ഉപാധിയായിരുന്നു എന്നും കൂടി പോലീസ് ഇപ്പോൾ ഉറപ്പിക്കുകയാണ്. മാത്രമല്ല ഇതുമായി ബന്ധപ്പെട്ട് ഈ വിവാഹബന്ധം ഉപേക്ഷിക്കുന്നതിന് മതിയായ കാരണങ്ങൾ ഇല്ലായിരുന്നുവെന്നും ഈ ഉണ്ണികൃഷ്ണന്റെ ഈ ഗേ ഗ്രൂപ്പുകളുമായുള്ള ബന്ധം, ആൺ സുഹൃത്തുക്കളെ തേടിയുള്ള വിദേശ യാത്രകൾ, ഇതൊക്കെയാണ് ഇങ്ങനെ ഈ ബന്ധം കഴിഞ്ഞ ഈ മാസം ആദ്യവാരത്തിൽ തന്നെ നിയമപരമായി അവസാനിപ്പിക്കുന്ന തരത്തിലുള്ള നീക്കങ്ങളിലേക്ക് കടന്നതിന്റെ കാരണമെന്നാണ് നിലവിലെ കണ്ടെത്തൽ. അതേസമയം വിശദമായ ചോദ്യം ചെയ്യൽ കേസുമായി ബന്ധപ്പെട്ട ആവശ്യമായി ഉണ്ട് എന്നും പൂന്തറ പോലീസ് വ്യക്തമാക്കുന്നുണ്ട്. നിലവിൽ
ഒരാഴ്ച മുമ്പാണ് ആത്മഹത്യാക്കുറിപ്പ് വാട്സാപ്പ് ഗ്രൂപ്പിൽ പോസ്റ്റ് ചെയ്തതിനു ശേഷം ഗ്രീമയും അമ്മയും ആത്മഹത്യ ചെയ്തത്. ഈ ആത്മഹത്യ ചെയ്യുന്നതിന്റെ തലേ ദിവസം ഉണ്ണികൃഷ്ണൻ ഈ ഗ്രീമയെയും അമ്മയും മാനസികമായി തളർത്തുന്ന തരത്തിലുള്ള ചില പരാമർശങ്ങൾ പരസ്യമായി തന്നെ നടത്തിയിട്ടുണ്ടെന്നും അതിന്റെ മനോവിഷമത്തിലാണ് അവർ ആ വീട് വിട്ട് പോയത് എന്നുള്ള വിവരങ്ങൾ ബന്ധുക്കൾ തന്നെ പോലീസിന് മൊഴിയായി, ഗ്രീമയുടെ ബന്ധുക്കൾ തന്നെ പോലീസിന് മൊഴിയായി നൽകിയിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ട് ഈ ഉണ്ണികൃഷ്ണന്റെ കുടുംബാംഗങ്ങളിൽ നിന്നടക്കം വിശദമായ മൊഴി പോലീസ് രേഖപ്പെടുത്തുമെന്നാണ് വിവരം. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഇങ്ങനെയൊരു പ്രശ്നത്തിലേക്ക് നയിച്ച സാഹചര്യങ്ങൾ, അതിനെക്കുറിച്ചടക്കം വിശദമായ അന്വേഷണം നടന്നുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും ഉണ്ണികൃഷ്ണനെ വിശദമായി ചോദ്യം ചെയ്യുന്നതിലൂടെ ഇവരെ ഈ വിവാഹബന്ധം വേർപെടുത്താനുണ്ടായ കാരണം എന്താണ്, അല്ലെങ്കിൽ അത്തരം ഒരു നീക്കങ്ങളിലേക്ക് കടക്കാനിടയ കാരണം എന്താണ് എന്നതിലൊരു വ്യക്തത കൈവരുമെന്ന പ്രതീക്ഷയിലാണ് പോലീസ്. ഡാൻ, ഇതോടൊപ്പം ഈ ഗ്രീമയുടെ ബന്ധുക്കൾ പറയുന്നതനുസരിച്ച് ഇവരെ കാര്യമായി അധിക്ഷേപിക്കാറുണ്ടായിരുന്നു. ഗ്രീമയുടെ ഐശ്വര്യക്കേടാണ് അയാൾക്ക് PhD കിട്ടാതിരിക്കാൻ കാരണം എന്നതടക്കമുള്ള ആരോപണങ്ങൾ ഗ്രീമയുടെ ബന്ധുക്കൾ പറയുന്നുണ്ടായിരുന്നു. അതേസമയം ഈ ഉണ്ണികൃഷ്ണന്റെ സഹോദരനടക്കം രംഗത്ത് വന്നത് ഇവരുടെ കുടുംബത്തിലെ പ്രശ്നങ്ങളാണ്, ഈ പെൺകുട്ടിക്ക് ഒരു സ്വാതന്ത്ര്യവും കൊടുക്കാത്ത രീതിയിലാണ്, അങ്ങനെ പല രീതിയിലുള്ള ആരോപണ പ്രത്യാരോപണങ്ങൾ ഈ കേസുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഈ ആത്മഹത്യകളുമായി ബന്ധപ്പെട്ട് ഓരോ ദിവസവും മാറി മാറി വരുന്നുണ്ടായിരുന്നല്ലോ. ഇതിപ്പോ കുറച്ചുകൂടി വ്യക്തത വരികയാണോ? ഈ ഉണ്ണികൃഷ്ണൻ എന്തുകൊണ്ട് ഗ്രീമയുമായുള്ള ബന്ധം തുടരാൻ ആഗ്രഹിച്ചില്ല എന്ന തരത്തിൽ? അതായത് ഉണ്ണികൃഷ്ണന്റെ കുടുംബം ഇപ്പോഴും ആ ആക്ഷേപത്തിൽ ഉറച്ചു നിൽക്കുകയാണ്. ഗ്രീമയുടെ സ്വകാര്യത നൽകിയിരുന്നില്ല. ഗ്രീമയുടെയും ഉണ്ണികൃഷ്ണന്റെയും ജീവിതത്തിൽ അനാവശ്യമായി ഇടപെടൽ നടത്താൻ ഗ്രീമയുടെ അമ്മ ശ്രമിച്ചു. അതാണ് ഈ കുടുംബ ബന്ധങ്ങൾ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയത് എന്ന ഒരു പ്രതികരണമാണ് നേരത്തെ മുതൽ തന്നെ ഉണ്ണികൃഷ്ണന്റെ സഹോദരൻ അടക്കം നടത്തിക്കൊണ്ടിരുന്നത്. നമ്മളോടടക്കം അദ്ദേഹം അങ്ങനെ പ്രതികരിക്കുകയും ചെയ്തതാണ്. അതേസമയം അതിനപ്പുറത്തേക്കുള്ള മറ്റു ചില കാരണങ്ങളിലേക്കാണ് ഇപ്പോൾ അന്വേഷണം എത്തി നിൽക്കുന്നത്. ഒരുപക്ഷെ ഈ ഒരു ബന്ധം ഇങ്ങനെ വേർപെടുത്തുക എന്നൊരു നീക്കത്തിലേക്ക് ഉണ്ണികൃഷ്ണനെ എത്തിച്ചത് ഇപ്പോൾ പുറത്തു വരുന്ന ഈ മൊബൈൽ ഫോൺ പരിശോധനയിൽ കണ്ടെത്തിയ വിവരങ്ങൾ തന്നെയാണ് എന്നാണ് ലഭിക്കുന്ന സൂചനകൾ. എന്തായാലും ഈ സംഭവവുമായി ബന്ധപ്പെട്ട് പോലീസ് ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം, ഈ ഗ്രീമയുടെ പിതാവ് ഏതാനും മാസങ്ങൾക്ക് മുമ്പാണ് മരണപ്പെട്ടത്. അദ്ദേഹത്തിന്റെ മരണ വാർത്ത അറിഞ്ഞതിന് ശേഷം ഒരിക്കൽ പോലും ഈ ഉണ്ണികൃഷ്ണൻ ഒന്ന് ഫോണിൽ വിളിക്കാൻ പോലും തയ്യാറായില്ല, വീട്ടിലെത്തിയിട്ടില്ല, ഫോണിൽ വിളിക്കാൻ തയ്യാറായിട്ടില്ല. മാത്രമല്ല ഈ 6 വർഷത്തിനിടയിൽ ഒരു തവണ മാത്രമാണ് ഗ്രീമയുടെ വീട്ടിൽ ഉണ്ണികൃഷ്ണൻ എത്തിയത് എന്നൊരു വിവരം കൂടി പോലീസിന് ലഭിച്ചിട്ടുണ്ട്. അത് കേന്ദ്രീകരിച്ച് അന്വേഷണം നടക്കുന്നുണ്ട്. അങ്ങനെയെങ്കിൽ ആദ്യഘട്ടം മുതൽ, അതായത് 2019 വിവാഹം കഴിഞ്ഞ സമയം മുതൽ തന്നെ ഇങ്ങനെയൊരു ഉലച്ചിലേക്ക്, അതായത് ഈ കുടുംബ ബന്ധത്തിൽ ഇങ്ങനെ ഒരു ഉലച്ചിൽ ഉണ്ടാകുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ എത്തിയത് ഉണ്ണികൃഷ്ണനുള്ള മറ്റ് സൗഹൃദങ്ങളാണോ, അങ്ങനെയുള്ള സൗഹൃദങ്ങൾ എപ്പോൾ മുതൽ തുടങ്ങിയതാണ്, പിന്നെ എന്തിനാണ് ഇങ്ങനെ ഒരു വിവാഹത്തിന് നിർബന്ധിതനായത്, ഇതടക്കമുള്ള കാര്യങ്ങളിലേക്ക് അന്വേഷണം കിടക്കും. ഇതടക്കമുള്ള കാര്യങ്ങൾ ചോദിച്ചറിയുന്നതിന് വേണ്ടിയാണ് ഉണ്ണികൃഷ്ണനെ വിശദമായി ചോദ്യം ചെയ്യാനുള്ള നീക്കം പൂന്തറ പോലീസിന്റെ ഭാഗത്ത് നിന്ന് ആരംഭിച്ചിരിക്കുന്നത്. ഡാൻ, പക്ഷേ അപ്പോഴും ഈ ആത്മഹത്യ കഴിഞ്ഞ ഉടനെ ഇയാൾ വിദേശത്തേക്ക് കടക്കാനാണ് ശ്രമിച്ചത്. അതായത് ഇയാളും സംശയിച്ചിരുന്നു ഒരുപക്ഷെ ഇയാൾ പിടിയിലായാൽ കാര്യമായ പ്രശ്നങ്ങൾ ഉണ്ടാകും, തന്റെ ഭാഗത്ത് തെറ്റുണ്ടെന്ന് തിരിച്ചറിഞ്ഞത് കൊണ്ടായിരിക്കുമല്ലോ ഈ ആത്മഹത്യ അറിഞ്ഞ ഉടൻ തന്നെ പിറ്റേ ദിവസം തന്നെ മുംബൈ വഴി അയർലൻഡിലേക്ക് കടക്കാനുള്ള ഇയാളുടെ ശ്രമം. അതായത് ആത്മഹത്യക്കുറിപ്പിൽ കൃത്യമായി ഉണ്ണികൃഷ്ണന്റെ പേര് പരാമർശിച്ചിട്ടുണ്ടായിരുന്നു. എന്റെയും അമ്മയുടെയും മരണത്തിന് കാരണം എന്റെ ഭർത്താവ് ഉണ്ണികൃഷ്ണനാണ് എന്നായിരുന്നു ആത്മഹത്യക്കുറിപ്പിലെ പരാമർശം. അത് കൃത്യമായി തന്നെ കുരുക്കായി മാറുമെന്ന കാര്യം ഉന്നത വിദ്യാഭ്യാസം നേടിയിട്ടുള്ള ഉണ്ണികൃഷ്ണന് കൃത്യമായിട്ട് അറിയാമായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ഇങ്ങനെയൊരു വിവരം പുറത്തു വന്നതിന് പിന്നാലെ തന്നെ ഉണ്ണികൃഷ്ണൻ വിദഗ്ധമായി ഇവിടെ നിന്ന് കടക്കാൻ ശ്രമിച്ചത്. അതായത് ഈ ആത്മഹത്യക്ക് തൊട്ടു മുമ്പാണ് ഉണ്ണികൃഷ്ണന്റെ സഹോദരന്റെ അടക്കം ഫോണിലേക്ക്, വാട്സാപ്പിലേക്ക് ആത്മഹത്യക്കുറിപ്പ് സന്ദേശമായി അയച്ചു കൊടുക്കുന്നത്. ഗ്രീമയുടെ ബന്ധുക്കൾക്കും ഇതേ സന്ദേശം അവരുടെ കുടുംബ ഗ്രൂപ്പിലേക്ക് അടക്കം അവർ അയച്ചു നൽകിയിരുന്നു. സാമ്പത്തികമായി വലിയ ശേഷിയുള്ള ഒരു കുടുംബമാണ്, ഒരുപാട് സാമ്പത്തിക ആസ്തിയുള്ള കുടുംബമാണ്. അങ്ങനെ ഒരു കുടുംബത്തിലെ ഇളം തലമുറക്കാരിയാണ് ഗ്രീമ. അതുകൊണ്ട് തന്നെ അവരുമായി ബന്ധപ്പെട്ട് നേരത്തെ മുതൽ തന്നെ ബന്ധുക്കൾക്കടക്കം ഈ കുടുംബ ബന്ധങ്ങളിലെ പ്രശ്നങ്ങളെ കുറിച്ച് കൃത്യമായ ധാരണയുണ്ടായിരുന്നു. പക്ഷേ പലപ്പോഴും കൗൺസിലിംഗ് അടക്കം നൽകിയിട്ടും ഈ പ്രശ്നം പൂർണ്ണമായി പരിഹരിക്കാൻ കഴിഞ്ഞില്ല. അങ്ങനെയാണ് ഈ വിവാഹബന്ധം തന്നെ വേർപെടുത്തുക എന്നൊരു തീരുമാനത്തിലേക്ക് അവർ പോയത്. പക്ഷേ അതിന് ഗ്രീമയുടെ കുടുംബമാണ് തടസ്സം നിന്നതെന്നാണ് ഉണ്ണികൃഷ്ണന്റെ
ബന്ധുക്കൾ പരസ്യമായി തന്നെ നടത്തുന്ന പ്രതികരണം. എന്തായാലും ഇരു കുടുംബങ്ങളും, അതായത് ഗ്രീമയുടെ കുടുംബാംഗങ്ങളും അതോടൊപ്പം ഉണ്ണികൃഷ്ണന്റെ കുടുംബാംഗങ്ങളും വ്യത്യസ്തമായ കാര്യങ്ങളാണ് അന്വേഷണ സംഘത്തോട് വെളിപ്പെടുത്തിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഈ ഫോണിന്റെ ശാസ്ത്രീയമായ പരിശോധനയും അതിൽ നിന്ന് കണ്ടെത്തിയ വിവരങ്ങളും വെച്ചുകൊണ്ട് വീണ്ടും ഉണ്ണികൃഷ്ണൻ ചോദ്യം ചെയ്യാനിരിക്കുന്നത്. ആ ചോദ്യം ചെയ്യലിൽ എന്താണ് ഈ ഇവരുടെ ആത്മഹത്യയിലേക്ക് നയിച്ച യഥാർത്ഥ കാരണമെന്ന് വെളിവാകും എന്ന പ്രതീക്ഷയിലാണ് അന്വേഷണ സംഘം. ഡാൻ കുര്യനാണ് വിവരങ്ങൾ നൽകിയത്. തിരുവനന്തപുരം കമലേശ്വരത്ത് അമ്മയും മകളും ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ മകളുടെ ഭർത്താവിൻ്റെ പേരായിരുന്നു ഈ ആത്മഹത്യാക്കുറിപ്പിൽ ഉണ്ടായിരുന്നത്. ഞങ്ങളുടെ മരണത്തിന് ഉത്തരവാദി ഗ്രീമയുടെ ഭർത്താവ് ഉണ്ണികൃഷ്ണനാണ് എന്ന് എഴുതി വെച്ചായിരുന്നു ഗ്രീമയും അമ്മ സജിതയും ആത്മഹത്യ ചെയ്തത്. പക്ഷേ എന്തിനാണ് അങ്ങനെ ഒരു ആത്മഹത്യ? കാരണം വളരെ വിദ്യാഭ്യാസമുള്ള, നല്ല സാമ്പത്തിക നിലവാരമുള്ള, നല്ല ചുറ്റുപാടുള്ള അങ്ങനെ ഒരു കുടുംബത്തിലെ അംഗങ്ങൾ എന്ന നിലയ്ക്ക് ഇവരെന്തിനാണ് ഇയാൾക്ക് താല്പര്യമില്ലാത്തൊരു വിവാഹം എന്ന നിലയ്ക്ക് ഒരു ആത്മഹത്യയിലേക്ക് പോയത് എന്ന ചോദ്യങ്ങൾ ഉണ്ടായിരുന്നു. പക്ഷേ വലിയ അപമാനഭാരം അവർ സഹിച്ചിരുന്നു. അതിൻ്റെ തൊട്ടു മുൻപ് പോലും ഉണ്ണികൃഷ്ണൻ്റെ ബന്ധു മരിച്ച ദിവസം അവരുടെ വീട്ടിലെത്തിയപ്പോൾ വലിയ അപമാനം നേരിടേണ്ടി വന്നു പരസ്യമായി എന്നൊക്കെയാണ് പിന്നീട് ബന്ധുക്കൾ പറഞ്ഞത്. അതിനെ തുടർന്നാണ് ആത്മഹത്യ എന്നാണ് പറഞ്ഞത്. എന്താണ് ആ ആത്മഹത്യയുടെ യഥാർത്ഥ കാരണം എന്ന് അന്വേഷിച്ചെത്തുമ്പോൾ ഇയാളുടെ സൗഹൃദങ്ങളായിരുന്നു അതിന് കാരണം എന്ന് സംശയം ജനിപ്പിക്കുന്ന തരത്തിലാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരങ്ങൾ. ഉണ്ണികൃഷ്ണൻ്റെ ഫോൺ വിശദമായി പരിശോധിച്ചതിൽ നിന്നാണ് അത്തരം ചില നിഗമനങ്ങളിലേക്ക്, ആൺ സൗഹൃദങ്ങളിലായിരുന്നു ഇയാൾക്ക് താല്പര്യമെന്ന തരത്തിലുള്ള ചില നിഗമനങ്ങളിലേക്ക് പോലീസ് എത്തുന്നത്. എന്തായാലും ഇതോടെ അന്വേഷണ സംഘം ഈ വിഷയത്തിൽ കൂടുതൽ കടന്ന ഒരു ഘട്ടത്തിലേക്ക് എത്തി. എന്താണ് ഈ ആത്മഹത്യയുടെ യഥാർത്ഥ കാരണമെന്നത് മനസ്സിലാക്കാൻ കഴിയുമെന്ന പ്രതീക്ഷയിലാണ്. ഡാൻ കുര്യനാണ് വിവരങ്ങൾ നൽകിയത്. മറ്റു വാർത്തകളിലേക്ക് മടങ്ങിയെത്താം ഇടവേളയ്ക്ക് ശേഷം. കോഴിക്കോട് വടകരയിലെ ദീപകിന്റെ ആത്മഹത്യയിൽ പ്രതി ഷിംജിത മുസ്തഫയുടെ ജാമ്യാപേക്ഷയിൽ വിധി പറയുന്നത് നാളെ. കുന്നമംഗലം ജുഡീഷ്യൽ 1-ാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയാണ് വിധി പറയുക. ഷിംജിത ബോധപൂർവം ചെയ്ത കുറ്റകൃത്യമാണെന്നും സമൂഹ മാധ്യമത്തിലൂടെ ഉണ്ടായ അധിക്ഷേപം മൂലമാണ് ദീപക് ജീവൻ ഒടുക്കിയതെന്നും ജാമ്യം അനുവദിക്കരുത് എന്നുമാണ് പ്രോസിക്യൂഷന്റെ വാദം. MS അനീഷ് കുമാർ വിവരങ്ങളുമായി. അനീഷ്, നമ്മൾ ഈ റിമാൻഡ് റിപ്പോർട്ട് കയ്യിൽ കിട്ടിയ സമയത്ത് തന്നെ നമ്മൾ ഇതേക്കുറിച്ച് സംസാരിച്ചതാണ്. അപ്പോൾ ഇയാൾ ജീവൻ ഒടുക്കിയേക്കുമെന്ന് മനസ്സിലായിട്ടും വീഡിയോ പ്രചരിപ്പിച്ചു എന്ന തരത്തിലൊക്കെയായിരുന്നു അന്ന് റിമാൻഡ് റിപ്പോർട്ടിൽ വിവരങ്ങളുണ്ടായിരുന്നത്. അതിനപ്പുറത്തേക്ക് നമുക്കിപ്പോൾ സമൂഹ മാധ്യമങ്ങളൊക്കെ നമ്മൾ കാണുന്നത് രണ്ട് ചേരിയായി തിരിഞ്ഞുകൊണ്ട് ഈ വിഷയത്തിൽ വാദപ്രതിവാദങ്ങൾ ഇപ്പോഴും തുടരുന്നതാണ്. ഇത്ര ദിവസമായിട്ടും അത് അവസാനിച്ചിട്ടില്ല. അതിനെ ജനറലൈസ് ചെയ്യുന്നതൊക്കെ അത് അങ്ങേ അറ്റത്തെത്തിക്കഴിഞ്ഞു. ഇപ്പോൾ ഈ ജാമ്യാപേക്ഷയിൽ വിധി പറയാനിരിക്കെ എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? തീർച്ചയായും ശ്രീജ, ഇക്കാര്യത്തിൽ വളരെ വലിയ വിപുലമായ ചർച്ചകളാണ് സമൂഹത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ആദ്യഘട്ടത്തിൽ സമൂഹ മാധ്യമങ്ങളിലെ ചർച്ചകളാണെങ്കിൽ പിന്നീട് മാധ്യമങ്ങളിലേക്ക് നീങ്ങുന്നു. ഇപ്പോൾ ഈ ട്രോളുകളും മറ്റുമൊക്കെയായി ഈ സ്ത്രീകളുമായി ബന്ധപ്പെട്ട വിഷയങ്ങളെ കൂടുതൽ ലഘുത്വവൽക്കരിക്കുന്ന ഒരു രീതിയിലേക്ക് തന്നെ കാര്യങ്ങൾ നീങ്ങിയിരിക്കുന്നു. ഇത്തരം ഒരു സാഹചര്യത്തിലാണ് നാളത്തെ കോടതി വിധി എന്താവും, അല്ലെങ്കിൽ ജാമ്യം ലഭിക്കുമോ അഥവാ ജാമ്യം നിഷേധിക്കുമോ എന്നത് വലിയ നിർണായകമായി മാറുന്നത്. എന്തായാലും പ്രോസിക്യൂഷൻ വാദിച്ചത് കേസ് അതിന്റെ ആദ്യഘട്ടത്തിലാണ്, പ്രാരംഭഘട്ടത്തിലാണ്. അതുകൊണ്ട് ഇപ്പോൾ ഈ ജാമ്യം നൽകിയാൽ അതൊരു തെറ്റായ കീഴ്വഴക്കം ജനങ്ങൾക്കിടയിലേക്ക് നൽകും എന്ന് പറഞ്ഞു. പക്ഷെ അതിൽ തന്നെ ചില മോശകരമായ കാര്യങ്ങൾ റിമാൻഡ് റിപ്പോർട്ടിൽ ചൂണ്ടിക്കാണിക്കുകയും ചെയ്തിരുന്നു. അതായത് ഷിംജിത മുസ്തഫയ്ക്ക് ജാമ്യം നൽകിയാൽ അത് ഒരുപാട് സ്ത്രീകൾക്ക് ഇത്തരത്തിൽ വീഡിയോ ചെയ്യാൻ പ്രേരണ ഉണ്ടാവുകയും അതുമൂലം ഒരുപാട് പേർ ആത്മഹത്യ ചെയ്യുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ നീങ്ങും എന്ന തരത്തിലൊക്കെ കാര്യങ്ങൾ റിമാൻഡ് റിപ്പോർട്ടിൽ പറഞ്ഞിരുന്നു. പക്ഷേ അക്കാര്യങ്ങൾ പ്രോസിക്യൂഷൻ എന്നാൽ വാദമുഖത്തിൽ കാര്യമായി ഉന്നയിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാവുകയും ചെയ്തില്ല. അതുകൊണ്ട് ജാമ്യം നിഷേധിക്കുന്നതിനെ ശക്തമായി എതിർത്തതിനാണ് പ്രോസിക്യൂഷൻ നിലപാട് സ്വീകരിച്ചത്. പക്ഷേ ഷിംജിത മുസ്തഫ പറയുന്നത് ബസ്സിൽ വെച്ച് ഈ ദീപകിൽ നിന്നും തനിക്ക് ഒരു മോശം പെരുമാറ്റം ഉണ്ടായി, അതിന്റെ ഒരു ക്ഷോഭത്തിൽ ആ ഒരു കാര്യം പുറത്തറിയിക്കുക അല്ലെങ്കിൽ അതിനൊരു ബോധവൽക്കരണം എന്ന രീതിയിലേക്കാണ് താൻ വീഡിയോ ചെയ്തത്. ഒപ്പം ഈ താനൊരു പൊതുവായ ഇടത്തോ മാധ്യമങ്ങളിലോ ഒന്നും അല്ല ഈ വീഡിയോ പോസ്റ്റ് ചെയ്തത്. തന്റെ ഒരു സമൂഹ മാധ്യമ അക്കൗണ്ടിൽ മാത്രമാണ്. അത് തന്റെ ഒരു സ്വകാര്യമായ കാര്യമാണ്. അത് മറ്റുള്ളവരിലേക്ക് എത്തിക്കാനുള്ള ഒരു നീക്കവും തന്റെ ഭാഗത്തുനിന്നും ഉണ്ടാക്കിയില്ല എന്നും ഷിംജിത പറഞ്ഞു. പക്ഷേ ഈ ദീപകിന്റെ കുടുംബം നിയോഗിച്ച അഭിഭാഷകനെ പൂർണ്ണമായി നിഷേധിച്ചു. കാരണം സമൂഹ മാധ്യമത്തിൽ പങ്കുവെക്കുക എന്നത് ഒരു സ്വകാര്യ ഇടത്ത് പങ്കുവെക്കുന്ന ഒരു വസ്തുവായി കണക്കാക്കാൻ കഴിയില്ല. ഒപ്പം ഈ പോസ്റ്റിന് ഷെയറും ലൈക്കും അത്തരമുള്ള പല ഓപ്ഷനുകൾ ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഒരിടത്തു നിന്നും മറ്റൊരിടത്തേക്ക് ഷെയർ ചെയ്തു പോയി ചുരുങ്ങിയ സമയത്തിനുള്ളിൽ തന്നെ ഏതാണ്ട് 20 ലക്ഷത്തിലധികം ആളുകളാണ്
ഈ ദൃശ്യം കണ്ടത്. അതുകൊണ്ട് ഒരു സ്വകാര്യ ഇടത്ത് പങ്കുവച്ച വീഡിയോ എന്നതിനെ കാണാൻ കഴിയില്ല എന്ന് തന്നെ കൃത്യമായി പ്രോസിക്യൂഷനൊപ്പം ഈ വാദിഭാഗം, അതായത് ഈ ദീപകിന്റെ കുടുംബത്തിന്റെ അഭിഭാഷകൻ വാദിക്കുകയും ചെയ്തു. വളരെ സമഗ്രമായ ഒരു വാദം കാര്യത്തിൽ നടക്കുകയും ചെയ്തു. ഇതിനുശേഷമാണ് നാളത്തേക്ക് വിധി പറയാൻ മാറ്റിയിരിക്കുന്നത്. എന്തായാലും വലിയ ചർച്ചകൾ ഇതുമായി ബന്ധപ്പെട്ട് സമൂഹത്തിൽ ഉയർന്നു വരുന്ന സാഹചര്യം. ഒപ്പം മറ്റൊരു യുവതിയും അല്ലെങ്കിൽ ആ ബസ്സിൽ തന്നെ ഉണ്ടായിരുന്ന പെൺകുട്ടിയും കൂടി കണ്ണൂർ പോലീസിൽ പരാതി നൽകിയിരുന്നു. കാരണം തന്റെ അനുമതിയില്ലാതെ തന്റെ ദൃശ്യങ്ങൾ മോശമായ രീതിയിൽ സമൂഹ മാധ്യമങ്ങളിലൂടെ പ്രചരിപ്പിച്ചു. ഇത് തനിക്ക് വലിയ മാനസിക ബുദ്ധിമുട്ടുണ്ടാക്കിയിരുന്നു. അതുകൊണ്ട് അത് നീക്കം ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടൊരു പരാതി നൽകിയിട്ടുണ്ട്. ആ പരാതി ആരാണ് നൽകിയത്, എന്താണ് പരാതിക്കുള്ളിലെ കൃത്യമായ വിവരങ്ങൾ എന്നതിനെ കുറിച്ച് ഇപ്പോഴും ഈ ദീപകിന്റെ കുടുംബത്തിന് കൃത്യമായ ഒരു അറിവ് ലഭിച്ചില്ല. അതുകൊണ്ട് തന്നെ വിവരാവകാശ നിയമപ്രകാരം അവർ അത് ലഭിക്കുന്നതിനുള്ള ഒരു അപേക്ഷയും കഴിഞ്ഞ ദിവസം നൽകിയിട്ടുണ്ട്. എന്തായാലും നാളത്തെ നടപടിക്രമങ്ങൾ എന്താകും എന്നത് തന്നെയാണ് ഏവരും കാതോർത്തിരിക്കുന്നത്. ശ്രീജാം, അനീഷ്, അറിയേണ്ടത് ഇപ്പോൾ നേരത്തെ ഷിംജിതയുടെ ഫോണിൽ 7 വീഡിയോ റെക്കോർഡ് ചെയ്തിരുന്നു എന്നതൊക്കെ ഉള്ള വിവരങ്ങൾ പുറത്തു വന്നിരുന്നു. അത് സ്ലോ മോഷനിൽ ഇട്ടിട്ടാണ് നമ്മളിപ്പോൾ ഈ കാണുന്ന വീഡിയോ ഉള്ളത്. അതുകൊണ്ടാണ് ഈ അസ്വാഭാവികമായ ചലനമായി തോന്നുന്നതെന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. ഈ ഫോണിന്റെ ശാസ്ത്രീയ പരിശോധന ഫലം വന്നിട്ടുണ്ടോ? നമുക്ക് അത് സംബന്ധിച്ച് എന്തെങ്കിലും വിവരങ്ങൾ ലഭിക്കുന്നുണ്ടോ? ഫോണിന്റെ പരിശോധന ഫലം ഇനിയും ലഭിച്ചിട്ടില്ല. ഈ ആത്മഹത്യ നടക്കുന്നത് ഞായറാഴ്ചയാണ്. ഈ കഴിഞ്ഞതിന് മുമ്പുള്ള ഞായറാഴ്ച. അന്ന് തന്നെ ഈ മരണവുമായി ബന്ധപ്പെട്ട ആരോപണം ഈ ഷിംജിതയ്ക്കെതിരെ ഉയരുകയും പോലീസ് തിങ്കളാഴ്ച ഷിംജിതയെ മൊഴിയെടുക്കാനായി വിളിച്ചു വരുത്തുകയും ചെയ്തു. അവരുടെ മൊഴി വളരെ വിശദമായി തന്നെ രേഖപ്പെടുത്തിയ ശേഷം മൊബൈൽ ഫോൺ പോലീസ് പിടിച്ചെടുത്തിരുന്നു. ആ ഫോൺ പിന്നീട് പരിശോധനയ്ക്ക് അയക്കുകയും ചെയ്തു. നമുക്കറിയാം, സാധാരണഗതിയിൽ ഈ മൊബൈൽ ഫോണുകളുടെ ഫോറൻസിക് പരിശോധനയൊക്കെ ദിവസങ്ങളോളം എടുത്ത് മാത്രമാണ് ഈ ഫോറൻസിക് ലാബിൽ നിന്നും കിട്ടുക. കാരണം ഒരുപാട് കേസുകളുമായി ബന്ധപ്പെട്ട നിരവധി തെളിവുകളാണ് പരിശോധനയ്ക്കായി അവിടേക്ക് എത്തിക്കുക. അതുകൊണ്ട് അത് കുറച്ച് സമയം എടുത്ത് മാത്രമേ ലഭിക്കൂ. അതുകൊണ്ട് ആണ് ഈ പ്രതിക്ക് ജാമ്യം നൽകരുത്, ഈ ഫോണിലെ വിശദമായ പരിശോധന നടത്തിയാൽ മാത്രമേ എന്താണ് നടന്നതെന്ന് സംബന്ധിച്ചൊരു വ്യക്തത വരൂ എന്ന് പോലീസ് പറയുന്നത്. 7ഓളം വീഡിയോകൾ ചിത്രീകരിച്ചു എന്നാണ് നേരത്തെ റിമാൻഡ് റിപ്പോർട്ടിൽ പോലീസ് ചൂണ്ടിക്കാട്ടിയിരുന്നത്. പക്ഷേ അതിൽ ഒരു വീഡിയോയുടെ കുറച്ച് ഭാഗങ്ങൾ മാത്രമാണ് സമൂഹ മാധ്യമത്തിൽ അവർ പങ്കുവച്ചത്. ആ വീഡിയോയിൽ തന്നെ ചില അവ്യക്തതകളുണ്ട് എന്ന് അന്നു മുതൽ തന്നെ വിമർശനം ഉയർന്നിരുന്നു. കാരണം അത് നേരത്തെ ശ്രീജ സൂചിപ്പിച്ചതിൽ സ്ലോ മോഷനിലൊക്കെ ആക്കി ഒരു പ്രത്യേക രീതിയിലേക്ക് മാറ്റുമ്പോൾ അതിന് ആളുകളിൽ ഒരു മറ്റൊരു രീതിയിലുള്ള സ്പർശനം എന്ന പ്രതീതി ജനിപ്പിക്കാൻ കഴിയും എന്നത് അടക്കമുള്ള വിലയിരുത്തലുകൾ ഉണ്ടായിരുന്നു. എന്തായാലും ഈ കാര്യത്തിലൊരു വ്യക്തത, ഈ മറ്റ് ദൃശ്യങ്ങളിൽ എന്തെങ്കിലും സമാനമായ രീതിയിലുള്ള മോശമായി പെരുമാറുന്നതോ അടുത്തേക്ക് വരുന്നതോ അതുപോലുള്ള എന്തെങ്കിലും കാര്യങ്ങൾ മറ്റ് ഈ 7 ക്ലിപ്പുകളിൽ എവിടെയെങ്കിലും ഉണ്ടോ എന്നതിനെ കുറിച്ചും കൃത്യമായൊരു ധാരണ ഉണ്ടാവണം. എന്തായാലും ഫോണിന്റെ പരിശോധനാ ഫലം തന്നെയാണ് ഇക്കാര്യത്തിൽ ഏറ്റവും നിർണായകമാവുന്നത്. ഒപ്പം ഈ ദീപകിന്റെ ഫോണിന്റെ പരിശോധനയും നടത്തും. കാരണം ഈ ഫോണിലേക്ക് ഏതെങ്കിലും തരത്തിലുള്ള മെസ്സേജുകൾ മറ്റോ വന്നിട്ടുണ്ടോ? ഈ ദീപകിന്റെ ഒരു സുഹൃത്തൊക്കെ നേരത്തെ ആരോപിച്ചിരുന്നു, വളരെ അസ്വാഭാവികമായി തലേദിവസം ദീപകിന്റെ അക്കൗണ്ടിൽ നിന്നും 40,000 രൂപകളും പിൻവലിക്കുന്ന സാഹചര്യമുണ്ടായി. ആ പണം എന്ത് ചെയ്യാൻ ഉപയോഗിച്ചു എന്നത് സംബന്ധിച്ച വ്യക്തതയില്ലെന്നൊക്കെ പറഞ്ഞിരുന്നു. ഒപ്പം ഈ ദീപകിനും ഈ ദൃശ്യങ്ങൾ അയച്ചു കൊടുത്തത് ആരാണ്, അല്ലെങ്കിൽ ദീപക് എവിടെ നിന്നൊക്കെയാണ് ഈ ദൃശ്യങ്ങൾ കണ്ടത്? കൂട്ടുകാർ വഴി മാത്രമാണോ കണ്ടത്, അല്ലെങ്കിൽ ഈ പ്രതിസ്ഥാനത്ത് നിൽക്കുന്ന യുവതി ഈ ദൃശ്യങ്ങൾ അയച്ചു കൊടുക്കുകയോ അല്ലെങ്കിൽ അതിനു മുമ്പ് അവർ തമ്മിൽ എന്തെങ്കിലും ആശയവിനിമയങ്ങൾ ഉണ്ടായോ എന്നടക്കമുള്ള കാര്യങ്ങളൊക്കെ പരിശോധിക്കുന്നുണ്ട്. അതുകൊണ്ട് ദീപകിന്റെ ഫോണും വിശദമായ പരിശോധനയ്ക്ക് വിധേയമാക്കും എന്ന് പോലീസ് അറിയിച്ചിട്ടുണ്ട്. എന്തായാലും ഈ രണ്ടുപേരുടെയും ഫോണുകളുടെ പരിശോധനയാണ് ഇതിൽ ഏറ്റവും നിർണായകമായി മാറുന്നത്. ഈ ബസ്സിലുണ്ടായിരുന്ന മറ്റ് യാത്രക്കാർക്കൊന്നും കാര്യമായി ഇതേക്കുറിച്ച് ഒരു അറിവുമില്ല എന്ന് തന്നെയാണ് അവർ മൊഴി നൽകിയിരിക്കുന്നത്. അസ്വാഭാവികമായി ഒന്നും, അല്ലെങ്കിൽ പതിവ് യാത്രക്കിടെ കാണുന്നതിനപ്പുറമുള്ള കാഴ്ചകളൊന്നും, അല്ലെങ്കിൽ ദീപക് മോശമായി പെരുമാറുന്നതൊന്നും കണ്ടില്ല എന്ന് ഒപ്പമുണ്ടായിരുന്ന യാത്രക്കാർ പറയുന്നു. ഒപ്പം ബസ് ജീവനക്കാരുടെ മൊഴി രേഖപ്പെടുത്തുകയും ചെയ്തിരുന്നു. ബസ് ജീവനക്കാരും ഇത്തരത്തിൽ ശരിയല്ലാത്ത രീതിയിലുള്ള കാഴ്ചകളൊന്നും കണ്ടില്ല. ഒപ്പം യുവതി ഒരു തരത്തിലുള്ള പരാതി ബസ് ജീവനക്കാരോട് പറഞ്ഞിട്ടില്ല എന്ന് വ്യക്തമായിട്ടുണ്ട്. ഒപ്പം CCTV ദൃശ്യങ്ങൾ പരിശോധിച്ചപ്പോൾ CCTV ദൃശ്യങ്ങളിലും അത്ര പ്രകടമായ കാര്യങ്ങളില്ല. ബസ്സിൽ നിന്ന് കയറുന്നതും ഇറങ്ങുന്നതും അടക്കമുള്ള ദൃശ്യങ്ങളുണ്ട്. യുവതി ഇറങ്ങുമ്പോഴും അല്ലെങ്കിൽ യുവാവ് ഇറങ്ങുമ്പോഴും ഒന്നും അത്തരം ഒരു എന്തെങ്കിലും സംഭവങ്ങൾ ബസ്സിനുള്ളിൽ നടന്നു എന്നതിന്റെ ഒരു പ്രതീതി ജനിപ്പിക്കുന്ന തരത്തിലുള്ള ദൃശ്യങ്ങൾ ലഭിച്ചിരുന്നില്ല എന്ന് തന്നെ പോലീസ് പറയുന്നു. അതുകൊണ്ട് ഈ 2-3 കാര്യങ്ങളിൽ നിന്നും കാര്യമായ
തെളിവുകൾ ലഭിച്ചിട്ടില്ല. CCTV ദൃശ്യങ്ങളിൽ നിന്നും ഈ സാക്ഷികൾ ആയ ബസ് ജീവനക്കാർ ഒപ്പം യാത്രക്കാർ എന്നിവരിൽ നിന്നും പ്രത്യേക കാര്യങ്ങൾ ലഭിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെയാണ് ഈ ഫോണുകളുടെ പരിശോധന, രണ്ടുപേരുടെയും ഫോണുകളുടെ പരിശോധന നിർണായകമായി മാറുന്നത്. ഫോണുകളുടെ പരിശോധന ഫലം ലഭിക്കുമ്പോൾ ഇക്കാര്യത്തിൽ ഒരു വ്യക്തത വരും എന്ന് പോലീസ് പറയുകയും ചെയ്യുന്നു. എന്തായാലും പോലീസ് കോടതിയിൽ പറഞ്ഞിരിക്കുന്ന രീതിയിൽ ഇവർ ഒരു കാര്യമായ വിദ്യാഭ്യാസ യോഗ്യതയുള്ള ആളാണ്, അസിസ്റ്റന്റ് പ്രൊഫസറായി ഒക്കെ ജോലി നോക്കിയിരുന്ന ആളാണ്, പഞ്ചായത്ത് അംഗമാണ്. ഒരു ജനപ്രതിനിധി ആയിരിക്കുമ്പോൾ ഉറപ്പായിട്ടും ഈ സാമൂഹികമായി നടക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് നല്ല ബോധ്യമുണ്ടാവും. അല്ലെങ്കിൽ ഒരു സാഹചര്യം വരുമ്പോൾ എങ്ങനെ അതിനെ മാനേജ് ചെയ്യണം എന്നതിനെ കുറിച്ച് വ്യക്തമായ ബോധ്യമുണ്ടാവും. നിയമ നടപടികളുമായി ബന്ധപ്പെട്ട അത്ര അപരിചിതത്വം ഉള്ള ആളല്ല. പക്ഷേ അപ്പോഴും മനീഷ്, ഒരു സംശയം, ഇപ്പോ ദീപകിന്റെ ജീവൻ നഷ്ടമായി എന്നത് വലിയ ദുഃഖകരമായ ഒരു കാര്യം തന്നെയാണ്. പക്ഷേ ഇതിനു മുൻപ് പല സാഹചര്യത്തിലും ഇതുപോലെയുള്ള പല കുറ്റവാളികളും അവർ കുറ്റം ചെയ്തിട്ടുണ്ട്. ആ കുറ്റവാളികൾ പുറത്തു വരാൻ ഇത്തരത്തിലുള്ള വീഡിയോകൾ സഹായകമായത് നമുക്കറിയാം, മാധ്യമ പ്രവർത്തകർ എന്ന നിലയ്ക്ക്. അങ്ങനെ പല സമയത്തും ഈ വീഡിയോ വഴിയൊക്കെയാണ് ഈ മുഖം തിരിച്ചറിയുകയും ഇതാരാണെന്ന് കണ്ടുപിടിക്കുകയും ഒക്കെ ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ ദീപക് അങ്ങനെ ചെയ്തിട്ടുണ്ടോ ഇല്ലയോ എന്നത് ഇപ്പോഴും വ്യക്തമല്ല. അവിടെ ആരും മൊഴി നൽകുന്നില്ലെങ്കിൽ പോലും. പക്ഷേ ഒരു സ്ത്രീ ആരോപിക്കുകയാണ്, എന്നെ അരോചകമായ രീതിയിൽ തൊട്ടു എന്ന് ആരോപിക്കുകയാണല്ലോ. ഇത് നാളത്തേക്ക് കൂടിയുള്ള ഒരു തീരുമാനമായി മാറും. പ്രത്യേകിച്ച് നാളെ പരാതി പറയാൻ ഒരാൾക്ക് ധൈര്യം വരില്ല. മറിച്ച് പരാതി പറയുന്ന ഒരാളെ ചിലപ്പോൾ കൈകാര്യം ചെയ്യുന്ന സാഹചര്യം വരാം. തിരിച്ച് ഒരു പുരുഷന് സമാധാനമായി യാത്ര ചെയ്യാൻ കഴിയുന്നില്ല എന്ന സാഹചര്യവും വന്നേക്കാം. അങ്ങനെ ഈ ഒരു പ്രത്യേക സംഭവം ദൂരവ്യാപകമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാകുന്ന തരത്തിലായിരിക്കില്ല. ഇതിൽ കൃത്യമായിട്ടല്ല നടപടി ഉണ്ടാവുന്നെങ്കിൽ. തീർച്ചയായും അങ്ങനെ കരുതേണ്ടി വരും. കാരണം മുൻപൊക്കെ പലപ്പോഴും ഈ വാഹനങ്ങൾക്കുള്ളിൽ പൊതുഗതാഗത സംവിധാനത്തിൽ സ്ത്രീകൾ യാത്ര ചെയ്യുമ്പോൾ മോശമായി പെരുമാറുന്ന പുരുഷന്മാരുടെ ദൃശ്യങ്ങൾ പലപ്പോഴും പുറത്തു വന്നിട്ടുണ്ട്. മസ്താനിയെ പോലുള്ള ആളുകൾ, സമാദ് എന്ന് പറയുന്ന ആൾ ആലുവയിൽ വെച്ച് ആ കുട്ടിയെ ശാരീരികമായി മോശപ്പെടുത്താൻ ശ്രമിക്കുകയും അയാൾ ബസ്സിൽ നിന്ന് ഓടിയിറങ്ങാൻ ശ്രമിക്കുമ്പോൾ ബസിന്റെ കണ്ടക്ടറാണ് അയാളെ പിടികൂടി പോലീസിന് കൈമാറുന്നത് ഉണ്ടായത്. പിന്നീട് നമുക്കറിയാം, ആ പ്രതിയെ പോലീസ് സ്റ്റേഷനിൽ നിന്നും ഇറക്കുമ്പോൾ അല്ലെങ്കിൽ ജയിലിൽ നിന്ന് ഇറക്കുമ്പോൾ ഈ മെൻസ് അസോസിയേഷനെ പോലുള്ള ആളുകൾ സ്വീകരണം കൊടുത്ത് പൂമാല ഇട്ട് സ്വീകരിച്ച് പുറത്തേക്ക് വരുന്ന ഒരു സാഹചര്യം. അന്നു മുതൽ തന്നെ ഇത്തരം ഒരു മിഷനെ അല്ലെങ്കിൽ ഇത്തരം തുറന്നു പറച്ചിലുകളെ എതിർക്കണം എന്ന ആലോചനകൾ അവരുടെ ഭാഗത്തു തന്നെ ഉണ്ടായിരുന്നു. അതിനൊരു കാരണമായി ഇപ്പോൾ ഈ ദീപകിന്റെ കേസ് മാറിയെന്ന് വേണമെങ്കിൽ നമുക്ക് പറയേണ്ടി വരും. കാരണം സാധാരണഗതിയിൽ ഒരു ഈ ബസ്സിനുള്ളിൽ ഈ സ്ത്രീകളടക്കം പ്രതികരിക്കുന്നത് അങ്ങനെയാണ്. ഈ ബസ്സിനുള്ളിൽ ഒരു അസ്വാഭാവികമായ സംഭവം ഉണ്ടാകുമ്പോൾ എന്തെങ്കിലും തരത്തിലുള്ള ഒരു പെട്ടെന്നുള്ള പ്രതികരണം ആ യുവതിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവണം. അല്ലെങ്കിൽ സ്വന്തമായി പ്രതികരിക്കാൻ മടിയുണ്ടെങ്കിൽ സഹയാത്രികരോട് സഹായം തേടാമായിരുന്നു, അല്ലെങ്കിൽ ജീവനക്കാരോട് സഹായം തേടാമായിരുന്നു. ഇതും അല്ലെങ്കിൽ പോലീസിൽ തേടാമായിരുന്നു. പക്ഷെ ഇതൊന്നും ചെയ്യാതെ വീഡിയോ എടുത്ത് പിന്നീട് പ്രദർശിപ്പിച്ചത് മാത്രമാണ് ഒരു പോയിന്റായി പറയാൻ കഴിയുന്നത്. പക്ഷെ അപ്പോഴും ഈ കാര്യത്തെ അല്ലെങ്കിൽ ഇനി ഒരിക്കലും സ്ത്രീകൾ ബസ്സുകളിൽ നിന്നും അല്ലെങ്കിൽ മറ്റിടങ്ങളിൽ നിന്നും അപമാനിതരാകുമ്പോൾ അതിന്റെ ദൃശ്യങ്ങൾ പകർത്തരുത്, അല്ലെങ്കിൽ അതിന്റെ തെളിവുകൾ ശേഖരിക്കരുത് എന്ന രീതിയിലുള്ള വിമർശനങ്ങളോട് നമ്മളൊക്കെ ഇപ്പോൾ ബസ്സുകളിലൊക്കെ പോകുമ്പോഴും ബസ്സുകളിൽ ഒരു ലൂസ് ടോക്കായി പോലും ഈ ഒരു സംഭവം മാറുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നുണ്ട്. അതായത് ഒറ്റ സംഭവത്തോടുകൂടി ഇതുവരെ നടന്ന സംഭവങ്ങളെയും ഇനി നടക്കാനിടയുള്ള സംഭവങ്ങളെയും റദ്ദാക്കുന്ന രീതിയിലുള്ള പ്രതികരണങ്ങൾ പല ഭാഗത്തുനിന്നും ഉണ്ടാവുന്നു. സമൂഹ മാധ്യമങ്ങളിലൊക്കെ ഈ ബസ് ട്രോൾ എന്നുള്ളത് അല്ലെങ്കിൽ ബസ് റീലുകൾ വലിയ തരംഗമായി മാറുന്ന ഒരു സാഹചര്യമുണ്ട്. അതായത് വലിയ താരങ്ങളൊക്കെ പോലും ഒരുപാട് സെലിബ്രിറ്റികളായ നടികളൊക്കെ പോലും ഈ ബസ് ട്രോളുകളുമായി ബന്ധപ്പെട്ട് ക്ലാസ് മുറികളിൽ കുട്ടികൾ ഈ ബസ് ട്രോൾ ഉണ്ടാക്കുന്നു. അറിയാതെയാണെങ്കിൽ പോലും പെൺകുട്ടികളും യുവതികളും ഒക്കെ ഈ ബസ് ട്രോളിന്റെ ഭാഗമായി മാറുന്ന രീതിയിലേക്കൊക്കെ കാര്യങ്ങൾ നീങ്ങുന്നു. അതുകൊണ്ട് ഒരൊറ്റ സംഭവത്തെ മാത്രം കേന്ദ്രീകരിച്ച് ഇതുവരെ നടന്ന കാര്യങ്ങളൊക്കെ മോശമാണ്, അല്ലെങ്കിൽ സ്ത്രീകൾ അവർക്കെതിരെ എന്തെങ്കിലും അതിക്രമം ഉണ്ടാകുമ്പോൾ അത് ദൃശ്യങ്ങൾ ചിത്രീകരിക്കുകയോ പുറത്ത് പബ്ലിഷ് ചെയ്യുകയോ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളുമായി മുന്നോട്ട് പോകുകയോ ചെയ്യരുതെന്നൊരു കൃത്യമായ ഒരു സന്ദേശം ഒരു വശത്തുകൂടി ഒളിച്ചു കടത്താൻ ശ്രമിക്കുന്നുമുണ്ട്. എന്തായാലും അത്തരം കാര്യങ്ങളെ നിരുത്സാഹപ്പെടുത്തേണ്ടതാണ്. ഈ കാര്യത്തിൽ ഈ ശിങ്കിതയ്ക്കും തെറ്റുപറ്റിയാൽ അല്ലെങ്കിൽ ചെയ്ത രീതിയിൽ മാറിപ്പോയാൽ അതിന് അർഹമായ രീതിയിലുള്ള ഒരു ശിക്ഷ തന്നെ അവർക്ക് ലഭിക്കണം. അതിന്റെ നിയമ നടപടികളോട് തന്നെ അവർ കടന്നു പോകണം. പക്ഷേ ഇതുവരെ നടന്ന കാര്യങ്ങൾ മുഴുവൻ റദ്ദാക്കുന്നതിനോട് ഒരു തരത്തിൽ യോജിക്കാൻ കഴിയില്ലെന്നാണ് പല ആളുകളും സമൂഹ മാധ്യമങ്ങളിലും പുറത്തുമൊക്കെ പറയുകയും ചെയ്യുന്നത്. ശ്രീജ, എന്തായാലും നാളെയാണ് ഷിംജിതയുടെ ജാമ്യാപേക്ഷ പരിഗണിക്കുക. കുന്നമംഗലം ജുഡീഷ്യൽ 1ാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി വിധി പറയും. ഈ റിമാൻഡ് റിപ്പോർട്ടിലെ വിവരങ്ങളൊക്കെ പുറത്തു വന്നിരുന്നു. ബോധപൂർവം ചെയ്ത കുറ്റകൃത്യമാണെന്നും സമൂഹ മാധ്യമത്തിലൂടെ ഉണ്ടായ അധിക്ഷേപം മൂലമാണ് ദീപക് ജീവൻ ഒടുക്കിയതെന്നുമാണ് പ്രോസിക്യൂഷൻ വാദിച്ചിരുന്നത്. അതിൽ എന്താണ് കോടതി തീരുമാനമെടുക്കുക എന്നത് നമുക്ക് നാളെ അറിയാം. കൊച്ചി നഗരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ സിറ്റി പോലീസ് ഡാൻസ് ഓഫ് സംഘം നടത്തിയ മിന്നൽ പരിശോധനയിൽ വൻതോതിൽ രാസലഹരി പിടികൂടി. ചേരാനല്ലൂർ, വാഴക്കാല, കളമശ്ശേരി എന്നിവിടങ്ങളിൽ നിന്നായി 723 ഗ്രാം MDMA-യുമായി
ബാങ്ക് ജീവനക്കാരൻ ഉൾപ്പെടെ 5 പേരെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത്. കൊച്ചി നഗരത്തിൽ അടുത്ത കാലത്തുണ്ടായ ഏറ്റവും വലിയ ലഹരി വേട്ടയാണ് ഇത്. നവമി ദിനേശ് വിവരങ്ങളുമായി. നവമി, നമുക്കറിയാം പലപ്പോഴായി ചെറിയ ചെറിയ അളവുകളിൽ ഇത് പിടിക്കുമ്പോൾ പലപ്പോഴും നമ്മൾ അതിൻ്റെ ഒരു ആഘാതം എത്രയാണെന്ന് അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു ആഴം എത്രയാണെന്ന് പലപ്പോഴും നമ്മൾ ലഘൂകരിച്ച് കാണാറുണ്ട്. പക്ഷേ ഒരേ സമയം നടന്ന പരിശോധനയിൽ ഇത്ര വലിയൊരു ലഹരി വേട്ട നടക്കുമ്പോൾ നമ്മൾ അറിയേണ്ടത് കൊച്ചി നഗരം അല്ലെങ്കിൽ നമ്മുടെ നഗരങ്ങളൊക്കെ എത്രത്തോളം ഇതിൻ്റെ പിടിയിലാണ് എന്നതാണ്. എങ്ങനെയായിരുന്നു ഈ പരിശോധന? എന്തൊക്കെ വിവരങ്ങളാണ് പുറത്തു വരുന്നത്? ശ്രീജ, ഒരു ഇടവേളയ്ക്ക് ശേഷമാണ് ഇത്രയും അധികം ലഹരി വേട്ട നടക്കുന്നത്, അല്ലെങ്കിൽ ഇത്രയും അധികം ലഹരി അന്വേഷണ സംഘം പിടികൂടുന്നത്. വലിയ ഒരു ക്യാമ്പയിൻ തന്നെയാണ് കേരളത്തിലുടനീളം ഈ ലഹരിക്കെതിരെ എടുത്തത്. പക്ഷെ അതിനിടയിൽ തന്നെ ഓപ്പറേഷൻ ഡി ഹണ്ട് അല്പം ഒന്ന് പതുങ്ങുന്ന ഒരവസ്ഥയിലായിരുന്നു. പോലീസിന്റെയൊക്കെ പരിശോധന അല്പം കുറയുന്ന രീതിയിലേക്ക് വരികയും അതിനെതിരായിട്ടുള്ള വിമർശനമൊക്കെ ഒരു ഭാഗത്ത് ഉയരുന്നതിനിടയിലാണ് ഡാൻസ് ഓഫ് സംഘം ഇത്രയും വലിയ ഒരു ലഹരി വേട്ട വീണ്ടും കൊച്ചി പോലുള്ള ഒരു നഗരത്തിൽ നടത്തുന്നത്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ബാങ്ക് ജീവനക്കാരൻ കോഴിക്കോട് സ്വദേശിയായിട്ടുള്ള അർജുൻ വി നാഥ് ബാങ്ക് ജീവനക്കാരനാണ്. ഇയാളെയാണ് പോലീസ് പിടികൂടുന്നത്. ഇയാൾ നിന്നും ലഭിച്ച വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ ഞെട്ടിപ്പിക്കുന്ന വിവരമാണ് പോലീസിന് ലഭിച്ചത്. 3 കിലോ MDMA ആണ് ഇയാൾ ഡൽഹിയിൽ നിന്നും ഒരു മാസത്തിൽ മാത്രം കൊണ്ടുവന്നത്. അതായത് ഈ മാസം മാത്രം കൊണ്ടുവന്നത് 3 കിലോ കഞ്ചാവാണ്. അത് ഓരോ ചെറിയ ചെറിയ പാക്കുകളാക്കി വിൽക്കുക എന്നതാണ് ഇയാളുടെ പ്രധാനപ്പെട്ട തൊഴിൽ. ബാങ്ക് ജീവനക്കാരനാണ്, നല്ല ഉയർന്ന ശമ്പളമുണ്ടെന്ന് പോലീസ് തന്നെ പറയുന്നു. അത് കൂടാതെയാണ് ആഡംബര ജീവിതം നയിക്കുന്നതിന് ഈ MDMA വിൽപ്പന കൂടി ഇയാൾ നടത്തിയിരിക്കുന്നത്. പോലീസ് ഇന്നലെ ഇയാൾ താമസിച്ചിരുന്ന ഹോട്ടൽ മുറിയിലെത്തി പരിശോധന നടത്തിയപ്പോൾ അയാളുടെ പക്കൽ നിന്നും 750 ഗ്രാം MDMA ആണ് അന്വേഷണ സംഘത്തിന് പിടികൂടാൻ കഴിഞ്ഞത്. ബാക്കിയെല്ലാം ഒരുപാട് ആളുകൾക്ക് കൈമാറിയിട്ടുണ്ട്. ഇനി കുറെ കൂടി കൈമാറാനുണ്ട് എന്ന വിവരം കൂടി പോലീസിന് നൽകുകയും ചെയ്തു. ഇതിന്റെ അടിസ്ഥാനത്തിൽ പോലീസ് വിവിധ ഇടങ്ങളിൽ ഇയാളെ ഉടനെ തന്നെ ഇന്നലെ വൈകിട്ടോടു കൂടിയാണ് ഇയാളെ പിടികൂടിയത്. ഇന്നലെ തന്നെ റിമാൻഡിലാകുന്ന സാഹചര്യമായിരുന്നു. ഇന്നലെ ഉടനെ ഇയാളെ കസ്റ്റഡിയിൽ വാങ്ങിയതിനു ശേഷം കൂടുതൽ പരിശോധനകളും അന്വേഷണവും ഒക്കെ നടത്താൻ തന്നെയാണ് അന്വേഷണ സംഘത്തിന്റെ തീരുമാനവും. എന്തായാലും വലിയ ഒരു ഞെട്ടിപ്പിക്കുന്നത് തന്നെയാണ്. 3 കിലോ MDMA ഒരു മാസം മാത്രം 3 കിലോ MDMA എന്ന് പറയുന്നത് നിസാരമല്ല, കോടികൾ വില വരുന്നതാണ്. ഇതെല്ലാം നമ്മുടെ കുട്ടികൾക്കാണല്ലോ നൽകുന്നതെന്ന് ഓർക്കുമ്പോഴാണ് ഏറ്റവും വിഷമിപ്പിക്കുന്നത് കാര്യം. എന്തായാലും ഇയാൾ നിരന്തരം ഇത്തരത്തിൽ കഴിഞ്ഞ കുറെ നാളുകളായി MDMA കച്ചവടം നടത്തുന്ന ആളാണെന്ന് അന്വേഷണ സംഘത്തിന് വ്യക്തമാക്കി. അതോടൊപ്പം തന്നെ ഇയാൾ ആർക്കൊക്കെയാണ് ഈ ലഹരി നൽകുന്നത്, ആരൊക്കെയാണ് ഇയാളിൽ നിന്ന് പണം നൽകി ഈ MDMA വാങ്ങുന്നത് എന്ന തരത്തിലുള്ള അന്വേഷണത്തിലേക്ക് കടന്നിരിക്കുകയാണ്. ഇയാളുടെ ഫോൺ പരിശോധനയിൽ നിന്നും ചില ആളുകളുടെ നമ്പറുകൾ ലഭിച്ചിട്ടുണ്ട്. അവരെ കേന്ദ്രീകരിച്ചുള്ള ഒരു അന്വേഷണത്തിലേക്കാണ് പോലീസ് ഇപ്പോൾ കടന്നിരിക്കുന്നത്. ഇയാൾ താമസിച്ചിരുന്ന ഹോട്ടൽ മുറിയിലൊക്കെ വിശദമായിട്ടുള്ള പരിശോധന നടത്തുകയും ഇയാളുടെ മൊഴിയെടുക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. എന്തായാലും കഴിഞ്ഞ കുറേ നാളുകളായി താൻ ഇങ്ങനെ MDMA വിൽക്കുന്നുണ്ട്. അത് ഒരു മാസത്തിൽ ഏകദേശം 3 കിലോ MDMA ഒക്കെ ഡൽഹിയിൽ നിന്ന് കൊണ്ടുവരാറുണ്ട്. അതും വാട്ടർ ഹീറ്ററിലാണ് ഈ MDMA മറച്ചാണ് കൊണ്ടുവരുന്നത്. അങ്ങനെയാണ് ഇയാൾ കേരളത്തിലേക്ക് ഈ MDMA എത്തിക്കുന്നതെന്നും മൊഴി കൂടി പോലീസിന് നൽകുകയും ചെയ്തു. പോലീസ് ഇയാളുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നവരിലേക്കുള്ള അന്വേഷണം വ്യാപിപ്പിച്ചിരിക്കുകയാണ്. അതോടൊപ്പം തന്നെയാണ് ഈ കളമശ്ശേരിയിലും ഇത്തരത്തിലുള്ള MDMA ഉണ്ടെന്ന രഹസ്യ വിവരത്തെ തുടർന്ന് നടത്തിയ പരിശോധനയിൽ നിരവധി പേരെ പിടികൂടാനും കഴിഞ്ഞിട്ടുണ്ട്. ഈ കളമശ്ശേരിയിലെ ഹോട്ടൽ മുറിയിൽ നിന്നും 2.20 ഗ്രാം MDMA കഞ്ചാവും പിടികൂടി. അത് അനസ് ഫെബിന, ഒരു യുവതി കൂടിയാണ് ഇതിൽ പിടിയിലായിരിക്കുന്നത്. അനസ് ഫെബിന എന്നിവരെ പോലീസ് പിടികൂടിയിട്ടുണ്ട്. ഇവർക്ക് രാസലഹരി എത്തിച്ചു കൊടുത്തത് കണ്ണൂർ പാപ്പനശ്ശേരി സ്വദേശി ജാസിഫ് ആണെന്ന് അന്വേഷണ സംഘത്തിന് കണ്ടെത്താൻ കഴിഞ്ഞു. അതോടൊപ്പം തന്നെ ഈ ബംഗാൾ മൂർഷിദാബാദ് സ്വദേശിനെയും പോലീസിന് പിടികൂടാൻ കഴിഞ്ഞിട്ടുണ്ട്. ഇത് കളമശ്ശേരി ഗ്ലാസ് ഫാക്ടറിക്ക് സമീപം വെച്ചാണ് 3.89 ഗ്രാം MDMA സഹിതം അന്വേഷണ സംഘം കസ്റ്റഡിയിലെടുക്കുന്നത്. എന്തായാലും ഇവരെയൊക്കെ വിശദമായിട്ടുള്ള ഒരു അന്വേഷണം പോലീസ് നടത്തുകയാണ്. ഇവരുടെയൊക്കെ വിശദമായിട്ടുള്ള മൊഴി എടുക്കുന്നുണ്ട്. മറ്റാർക്കെങ്കിലും ഒക്കെ ഇവർ ലഹരി നൽകുന്നുണ്ടോ, ആരൊക്കെയാണ് ഇവരിൽ നിന്നും സ്ഥിരം ലഹരി വാങ്ങുന്നത്, ഉപയോഗിക്കുന്നത്? കുട്ടികളിലും വിദ്യാർത്ഥികളിലുമാണ്, ഈ കോളേജ് വിദ്യാർത്ഥികളിലും സ്കൂൾ വിദ്യാർത്ഥികളിലുമാണ് ഏറ്റവും കൂടുതൽ ലഹരി നൽകുന്നതെന്നൊരു വിവരമാണ് ഇവരിൽ നിന്ന് ലഭിച്ചത്. ആ തരത്തിലുള്ള ഒരിക്കലുള്ള അന്വേഷണവും പോലീസിന്റെ ഭാഗത്തു നിന്നും
നീങ്ങുന്നുണ്ട്. എന്തായാലും കൊച്ചിയിൽ വീണ്ടും ലഹരി വേട്ട നടത്തിയിരിക്കുകയാണ് പോലീസ്, അല്ലെങ്കിൽ ലഹരി വീണ്ടും ഒരിടവേളയ്ക്ക് ശേഷം വീണ്ടും ലഹരി വേട്ട സജീവമാകുകയാണ്. പോലീസ് കർശനമായിട്ടുള്ള പരിശോധന തന്നെയാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അത് പ്രത്യേകിച്ച് രാത്രി സമയങ്ങളിൽ ഒഴിഞ്ഞിടങ്ങളിലൊക്കെ ആൾക്കാർ ലഹരി ഉപയോഗിക്കുന്നുണ്ട് എന്ന ചില ആളുകളുടെ പരാതികളും ഒക്കെ പരിഗണിച്ചുകൊണ്ടാണ് പോലീസ് പട്രോളിംഗ് ഒക്കെ ശക്തമാക്കി കൊച്ചി നഗരത്തിൽ കർശനമായിട്ടുള്ളൊരു പരിശോധനയിലേക്ക് കടന്നിരിക്കുന്നത്. ഇപ്പോൾ രഹസ്യ വിവരത്തിൽ നടത്തിയ പരിശോധനയിലാണ് ഇത്രയും ഞെട്ടിപ്പിക്കുന്ന വിവരം ലഭിച്ചത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ബാങ്ക് ജീവനക്കാരനാണ് പോലീസിന്റെ പിടിയിലായതെന്നുള്ളതാണ്. ഇയാൾക്ക് നല്ല ഉയർന്ന ശമ്പളമുണ്ട് എങ്കിൽ പോലും അതിന്റെ മറവിൽ, ഈ ബാങ്ക് ജീവനക്കാരൻ എന്നതിന്റെ മറവിൽ ഒരു മാന്യനായി നടന്ന് ഇതിന് പിന്നിൽ തന്നെ MDMA കച്ചവടം നടത്തുന്നു എന്ന് കൂടിയാണ് പോലീസ് വ്യക്തമാക്കുന്നത്. നവമി, ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം അത് തന്നെയാണ്, ആ പോയിന്റ് തന്നെയാണ്. നമ്മൾ കണ്ടതാണ് നേരത്തെ ഈ ഓപ്പറേഷൻ ഡി ഹണ്ട് എന്ന പേരിൽ എവിടെയും കയറി ചെന്ന് പോലീസ് നടത്തിയ പരിശോധനയൊക്കെ നമ്മുടെ ഓർമ്മയിലുണ്ടല്ലോ. പ്രത്യേകിച്ച് സംവിധായകരുടെ ഫ്ലാറ്റിലാവട്ടെ, സിനിമാ സെറ്റുകളിലാവട്ടെ, അങ്ങനെ ആ തരത്തിലൊരു വലിയ ബഹളം തന്നെ ഉണ്ടായിരുന്നു അക്കാലത്ത്. പക്ഷെ പിന്നീട് നമ്മൾ കണ്ടത് ഇതൊക്കെ അവസാനിപ്പിച്ച് പ്രത്യേകിച്ച് ഈ ലഹരി വേട്ട എന്ന് പറഞ്ഞ് കാര്യമായ അനക്കമൊന്നും ഇല്ലാത്തതാണ് നമ്മൾ കണ്ടത്. ആ സമയം കൊണ്ട് ഇത് ഇത്രയേറെ വ്യാപിച്ചിട്ടുണ്ടാവുമെന്ന് നമുക്കറിയാം. സമൂഹത്തിൻ്റെ വളരെ ഉന്നത പദവിയിലിരിക്കുന്നവർ അല്ലെങ്കിൽ പ്രധാനപ്പെട്ട പോസ്റ്റുകളിലിരിക്കുന്നവർ, ഇങ്ങനെയുള്ളവർക്കൊക്കെ ഇതിൽ പങ്കുണ്ട് എന്നൊക്കെ മുമ്പേ സംശയമുള്ളതാണ്. അപ്പോൾ ഇനിയിപ്പോൾ ഇത് ഇന്നത്തെ ഒരു പരിശോധനയ്ക്ക് അപ്പുറത്തേക്ക് ഇത് വീണ്ടും വ്യാപകമായി നടത്താൻ ഇവർ ഉദ്ദേശിക്കുന്നുണ്ടോ? അതോ ഈ ഒരൊറ്റ റെയ്ഡോടെയും പരിശോധനയോടെയും കാര്യങ്ങൾ വീണ്ടും കഴിയുമോ? എന്തായാലും പോലീസിനെ സംബന്ധിച്ച് ഇതിന്റെ അന്വേഷണം സമഗ്രമായി തന്നെ മുന്നോട്ട് കൊണ്ടുപോകാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. പലപ്പോഴും നമുക്കറിയാം ഈ ലഹരി കേസുമായി പിടിയിലാകുന്നത് ചെറിയൊരു കണ്ണിയായിരിക്കും. ഇതിന്റെ പ്രധാനപ്പെട്ട ആളുകൾ എപ്പോഴും ഒളിവിൽ തന്നെയായിരിക്കും. അവരെ പിടികൂടുക എന്ന് പറയുന്നത് അന്വേഷണ സംഘത്തിനെ സംബന്ധിച്ച് വലിയ ബുദ്ധിമുട്ടായിട്ടുള്ള കാര്യം തന്നെയാണ്. പക്ഷേ അത് ഉറപ്പായും അങ്ങനെ പിടികൂടുന്ന സാഹചര്യങ്ങളിലേക്ക് പോലും കേരള പോലീസ് പോകേണ്ടി വന്നാൽ പോകുമെന്നത് ഇതിനു മുൻപ് തന്നെ തെളിയിച്ചിട്ടുമുണ്ട്. ഇത് വലിയൊരു ശൃംഖല തന്നെയാണ്. ഇവരെ ഓരോരുത്തരും ഇപ്പൊ പിടികൂടിയിരിക്കുന്ന അർജുൻ ആയിക്കോട്ടെ, അല്ലെങ്കിൽ മറ്റ് ആളുകളായിക്കോട്ടെ, ഇവരൊക്കെ ചെറിയ കണ്ണിയായിരിക്കും. ഇവരുമായി ബന്ധിപ്പിക്കുന്ന അല്ലെങ്കിൽ ഇവർക്ക് ലഹരി എത്തിക്കുന്ന, ഈ ഡൽഹിയിലേക്ക് ചെന്നാൽ ആരെ കോണ്ടാക്ട് ചെയ്യണം, ആരിൽ നിന്നാണ് ഈ ലഹരി വാങ്ങുക, ആർക്കാണ് പണം നൽകുക, അങ്ങനെ വലിയൊരു ശൃംഖല തന്നെയാണ് ഈ ലഹരിയുമായി ബന്ധപ്പെട്ട് നമ്മൾ ഇന്ന് നേരിട്ടുകൊണ്ടിരിക്കുന്നത്. ആ ശൃംഖലയെല്ലാം വേരോടെ പിഴുതെറിയുക എന്ന് പറയുന്നത് അല്പം ബുദ്ധിമുട്ടാണെങ്കിലും കേരള പോലീസ് കൃത്യമായിട്ടുള്ള പരിശോധന ആ രീതിയിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇടയ്ക്ക് ഈ ഓപ്പറേഷൻ ഡി ഹണ്ട് എന്ന് പറഞ്ഞിട്ട് വലിയൊരു ക്യാമ്പയിൻ തന്നെയാണ് കേരളം മുഴുവനും ഏറ്റെടുത്തിരുന്നത്. പക്ഷേ അത് ഇടയ്ക്ക് വെച്ച് അല്പം അതിന്റെ ഒരു പരിശോധന അല്ലെങ്കിൽ പോലീസിലെ ആൾക്ഷാമമൊക്കെയാണ് അതിന്റെ ഒരു കാരണമെന്ന് പോലീസ് പറയുന്നുണ്ടെങ്കിൽ പോലും ഇങ്ങനെ കിട്ടുന്ന രഹസ്യ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ അല്ലെങ്കിൽ പട്രോളിങ്ങിലൊക്കെ പോലീസിന്റെ സുരക്ഷയും അല്ലെങ്കിൽ കർശനമായിട്ടുള്ള നിരീക്ഷണവും ആ വഴിക്ക് നടത്തുകയും ചെയ്യുന്നുണ്ട്. നേരത്തെ ഈ ശ്രീജ നേരത്തെ ചോദിച്ചു വന്നത് ഈ ഇത്തരത്തിൽ ഈ ജീവനക്കാർ, ബാങ്ക് ജീവനക്കാരനാണ്, മാന്യമായിട്ടുള്ള ജോലി ചെയ്യുന്നതാണ്, ഈ ആളുകളിലേക്ക് വരുന്നത്, അതായത് ഈ ബാങ്കിലേക്ക് വരുന്ന കസ്റ്റമേഴ്സിനെ പോലും പലപ്പോഴും ഇയാൾ ഇങ്ങനെ ലഹരി അല്ലെങ്കിൽ ഇയാളുടെ വലയിലാക്കുന്നുണ്ട് എന്നൊരു വിവരം കൂടി പോലീസിന് ലഭിച്ചിട്ടുണ്ട്. ഇങ്ങനെ ജീവനക്കാരനാണ്, വരുന്ന കസ്റ്റമേഴ്സിന് പലരുമായിട്ട് പിന്നീട് സൗഹൃദം ഉണ്ടാക്കുകയും അവർക്കൊക്കെ ഈ ലഹരി വിതരണം ചെയ്തിട്ടുണ്ടെന്നൊരു വിവരം കൂടി പോലീസിന് ലഭിച്ചിട്ടുണ്ട്. പക്ഷെ അത് ഇയാളെ കൂടുതൽ കസ്റ്റഡിയിൽ വാങ്ങി വിശദമായിട്ടുള്ള ചോദ്യം ചെയ്യുന്നതിന് ശേഷം മാത്രമേ പോലീസിന് അതിൽ ചില കൃത്യത വരുത്തുവാൻ കഴിയുകയുള്ളൂ. എന്തായാലും അർജുനെ ഈ പിടികൂടി അയാളിൽ നിന്നും വിശദമായിട്ടുള്ള വിവരങ്ങൾ തേടി ഇയാളുടെ ഫോൺ അടക്കം പരിശോധിച്ച ശേഷം കൂടുതൽ ആളുകളിലേക്ക് അന്വേഷണം നീട്ടാൻ തന്നെയാണ് പോലീസിന്റെയും തീരുമാനം. ഈ ഓപ്പറേഷൻ ഡി ഹണ്ട് അല്ലെങ്കിൽ ഈ ലഹരി വേട്ട അത് അന്വേഷണ സംഘം അല്ലെങ്കിൽ പോലീസ് ആ രീതിയിൽ തന്നെ മുന്നോട്ട് പോകുന്നുണ്ട്. ഒരു തരത്തിലുള്ള വിട്ടുവീഴ്ചയ്ക്കുമില്ല എന്ന് തന്നെയാണ് തീരുമാനവും. അതിന്റെ ഭാഗമായി തന്നെയാണ് ഇപ്പോൾ കൊച്ചി നഗരത്തിൽ നടത്തിയ ഈ ലഹരി വേട്ടയും എന്ന് നമുക്ക് കരുതാം. ശ്രീജ, ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ മൊഴിപ്പകർപ്പുകൾ ഇഡിക്ക് കൈമാറാൻ പ്രത്യേക അന്വേഷണ സംഘം. പ്രതികളുടെയും സാക്ഷികളുടെയും മൊഴിപ്പകർപ്പുകൾ നൽകും. ഇഡി ഉദ്യോഗസ്ഥർ നാളെ SIT ഓഫീസിലെത്തും. സാരംഗ് സുധാകരൻ വിവരങ്ങളുമായി. സാരംഗ്, ഒരു വശത്ത് SIT അന്വേഷണം പുരോഗമിക്കുമ്പോഴാണ് ഇഡി ഈ കേസ് എടുക്കുന്നതും നിർണായകമായ പരിശോധനകളിലേക്ക് അടക്കം കടക്കുന്നതും. ഇനി ഇവർക്കൊക്കെ എന്താണ് പറയാനുള്ളത്, അല്ലെങ്കിൽ ഇവർ എന്താണ് അന്വേഷണ സംഘത്തോട് പറഞ്ഞിട്ടുള്ളത് എന്നുകൂടി ഇത് ചേർത്ത് പരിശോധിക്കേണ്ടതുണ്ട്. ആ ഘട്ടത്തിലേക്ക് കടക്കുകയാണോ ഇഡി?
രേഖപ്പെടുത്തിയിട്ടുണ്ടെന്നാണ് ലഭിക്കുന്ന വിവരം. അങ്ങനെ അത്തരത്തിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ED ആദ്യം മുതൽ തുടക്കത്തോട്ടുള്ള കാര്യങ്ങളിലേക്ക് പോവുകയാണെങ്കിൽ, അതായത് ഉണ്ണികൃഷ്ണൻ പോറ്റി മുതലുള്ള എല്ലാവരിലേക്കും ചോദ്യം ചെയ്യൽ കാര്യങ്ങളിലേക്ക് അടക്കം കടക്കുകയാണെങ്കിൽ അത്രയും കാലതാമസം വരും, അത്രയും സമയവും എടുക്കും. അതുകൊണ്ട് അത്തരത്തിലുള്ള കാലതാമസം ഒഴിവാക്കാൻ വേണ്ടിയാണ് ഇപ്പോൾ ED പ്രത്യേക അന്വേഷണ സംഘവുമായി സഹകരിച്ചുകൊണ്ട് മൊഴിപ്പകർപ്പുകൾ ആവശ്യപ്പെട്ടത്. അനാവശ്യമായ നിയമക്കുരുക്കുകൾ ഒഴിവാക്കാൻ വേണ്ടിയാണ് SIT ഇപ്പോൾ EDയുമായി സഹകരിച്ച് മുന്നോട്ട് പോകാമെന്ന് അറിയിച്ചിട്ടുണ്ട്. അതിനൊപ്പം തന്നെ നാളെ ED ഉദ്യോഗസ്ഥർ ഈഞ്ചക്കലുള്ള പ്രത്യേക അന്വേഷണ സംഘത്തിൻ്റെ ഓഫീസിലേക്ക് എത്തുകയും ചെയ്യുമെന്നാണ് ലഭിക്കുന്ന വിവരം. അവിടെ എത്തി പ്രത്യേക അന്വേഷണ സംഘവുമായി ചർച്ച ചെയ്തതിന് ശേഷം ഇതിൽ ആവശ്യമായ മൊഴിപ്പകർപ്പുകൾ ഇവർ പരിശോധിച്ചതിന് ശേഷം ആ പകർപ്പുകളായിരിക്കും ഇവിടെ നിന്ന് വാങ്ങുക. ഇതിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും തുടർന്ന് EDയുടെ നീക്കം. നമുക്കറിയാം, കഴിഞ്ഞ ദിവസങ്ങൾക്ക് മുൻപ് ED പലയിടങ്ങളിലും പെട്ടെന്നുള്ളൊരു റെയ്ഡ് നടത്തിയിരുന്നു. അതിൻ്റെ ഭാഗമായി ലഭിച്ച വിവരങ്ങളും ഒപ്പം ഈ മൊഴിപ്പകർപ്പുകളും കൂടി പരിശോധിച്ച ശേഷമായിരിക്കും തുടർ നടപടികൾ. SITയെ പോലെയല്ല EDയുടെ അന്വേഷണം എന്ന് നമുക്ക് മനസ്സിലാക്കാവുന്നേ ഉള്ളൂ. കാരണം ഈ ഒരു ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട സാമ്പത്തിക ലാഭം ആരൊക്കെ നേടിയിട്ടുണ്ട്, അതുമായി ബന്ധപ്പെട്ട സാമ്പത്തിക കൈമാറ്റങ്ങൾ, അതിൻ്റെ ലാഭം ആർക്കൊക്കെ പോയി, അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ED കാര്യമായി അന്വേഷിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഉണ്ണികൃഷ്ണൻ പോറ്റി, ഗോവർദ്ധനൻ, പങ്കജ് ഭണ്ഡാരി തുടങ്ങിയവരിലേക്കായിരിക്കും അന്വേഷണം കേന്ദ്രീകരിക്കുക. ഇവരാണ് ഇതുമായി ബന്ധപ്പെട്ട പണമിടപാടുകളും ഒപ്പം സാമ്പത്തിക ഇടപാടുകളും കൂടുതലായി ചെയ്തിട്ടുള്ളത്. അവരെ കേന്ദ്രീകരിച്ചുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ അന്വേഷണം പുരോഗമിക്കുന്നതും. അതുകൊണ്ട് തന്നെ ഈ 3 പേരുടെ മൊഴിപ്പകർപ്പുകൾ എന്ത് തന്നെയായാലും ED ചോദിച്ചു വാങ്ങുമെന്നാണ് മനസ്സിലാക്കുന്നത്. അതിനുശേഷമായിരിക്കും EDയുടെ അറസ്റ്റിലേക്കും മറ്റും കടക്കാനുള്ള സാധ്യത. വരുന്ന ഫെബ്രുവരി 2-ാം തീയതി ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ രണ്ടാമത്തെ കേസിലെയും ഒരു കസ്റ്റഡി, അതായത് 90 ദിവസം പൂർത്തിയാവുകയാണ്. അപ്പോൾ ഈ ജാമ്യാപേക്ഷ സ്വാഭാവികമായി ജാമ്യത്തിന് അർഹനാണ് എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് കോടതിയെ സമീപിക്കാനുള്ള സാധ്യതയുണ്ട്. ആ സമയത്തായിരിക്കണം ചിലപ്പോൾ ED വീണ്ടും ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ഇത്തരത്തിലുള്ള ED കേസുമായി ബന്ധപ്പെട്ട് അറസ്റ്റ് രേഖപ്പെടുത്താനുള്ള സാധ്യതയുമുണ്ട്. എന്ത് തന്നെയാണെങ്കിലും ഇത് ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട നഷ്ടപ്പെട്ട സ്വർണ്ണത്തിൻ്റെ കണക്കടക്കം കോടതി ഇപ്പോൾ പുറത്തുവിട്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇതുമായി ബന്ധപ്പെട്ട സാമ്പത്തിക ലാഭം ആരൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്, സാമ്പത്തിക ഇടപാടുകൾ ആരൊക്കെ തമ്മിലായിരുന്നു, ഒപ്പം ഇതിൻ്റെ ഗൂഢാലോചനയിൽ പങ്കാളികളായവർ ആരൊക്കെ എന്ന കാര്യത്തിൽ ഒരു സൂചന ലഭിക്കണമെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട സാമ്പത്തിക ഇടപാടുകൾ പരിശോധിച്ചാൽ ED വഴി SITക്ക് അതിലേക്ക് എത്താൻ കഴിയുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്ന് തന്നെയാണെങ്കിലും അടുത്ത വരുന്ന 2 ദിവസത്തിനുള്ളിൽ മുഴുവൻ, അതായത് ആവശ്യമായ എല്ലാ മൊഴിപ്പകർപ്പുകളും SITയുടെ ഭാഗത്തു നിന്നും ലഭ്യമാക്കാനാണ് EDയുടെ നീക്കം. ശ്രീജ, സാറംഗ്, ഈ സ്വർണ്ണക്കൊള്ള കേസ് അന്വേഷണത്തിൽ വളരെ നിർണായകമായ ചില കണ്ടെത്തലുകളിലേക്ക് പ്രത്യേക അന്വേഷണ സംഘം കൂടി എത്തിയിട്ടുണ്ട്. പ്രത്യേകിച്ച് ഈ തന്ത്രി ഒരു ബാങ്കിൽ നിക്ഷേപിച്ച 2.5 കോടി രൂപയുടെ കാര്യത്തിലൊക്കെ ചില വാർത്തകൾ വരുന്നുണ്ട്. ആ ബാങ്ക് പൊളിഞ്ഞിട്ടും അതിലൊരു പരാതിയുമായി ഈ തന്ത്രി പോയിരുന്നില്ല. അതെന്തുകൊണ്ടാണ്, അങ്ങനെ പരാതി ഇല്ലാതിരുന്നത് എന്തുകൊണ്ടാണെന്നൊക്കെ. അപ്പോൾ ഇതിലൊരു സാമ്പത്തിക വശം കാര്യമായി തന്നെ ഇപ്പോൾ SITയും നോക്കുന്നുണ്ടല്ലോ. ആ സമയത്ത് ആണ് EDയുടെ ഈ നിർണായകമായ മൊഴിപ്പകർപ്പടക്കം ശേഖരിക്കുന്നത് വരുന്നത്. അപ്പോൾ ഈ കേസ് അന്വേഷണം ഒരു പ്രത്യേക ഘട്ടത്തിലേക്ക് എത്തി എന്ന് നമുക്ക് പറയാൻ കഴിയുമോ? തീർച്ചയായും ശ്രീജ, കാരണം ഒരു കേന്ദ്ര ഏജൻസിയുടെ സാധ്യത ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. കാരണം ഈ ഒരു സാമ്പത്തിക ഇടപാടുകൾ സംസ്ഥാനത്തിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന ഒന്നല്ല. ഒരു അന്താരാഷ്ട്ര പുരാവസ്തു തട്ടിപ്പ് സംഘത്തിൻ്റെ അടക്കം സാധ്യത ഇപ്പോഴും പ്രത്യേക അന്വേഷണ സംഘം പൂർണ്ണമായും തള്ളിക്കളഞ്ഞിട്ടില്ല. അതുകൊണ്ട് തന്നെ ഈ ഒരു EDയുടെ അന്വേഷണം ചിലപ്പോൾ CBI അടക്കമുള്ള കേന്ദ്ര ഏജൻസിയിലേക്ക് മുഴുവൻ അന്വേഷണം എത്താനുള്ള ഒരു സാധ്യതയ്ക്ക് കാരണമാകുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതിനൊപ്പം തന്നെ ഈ തന്ത്രിയുമായി ബന്ധപ്പെട്ട സാമ്പത്തിക ഇടപാടുകൾ അതും ED പരിശോധിക്കും. മാത്രമല്ല ഈ ഒരു അതായത് മുൻ ദേവസ്വം ബോർഡ് മെമ്പർമാരായിക്കോട്ടെ, പ്രസിഡന്റ് ആയിക്കോട്ടെ, ഇവരുടെ എല്ലാം ബാങ്ക് അക്കൗണ്ടുകളുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ, ഒപ്പം സാമ്പത്തിക ഇടപാടുകൾ, ഇതെല്ലാം SITക്ക് കൂടി ഒരു തരത്തിൽ ഉപകാരപ്പെടും. അതായത് അന്വേഷണത്തിന് കൂടുതൽ ഊർജ്ജം നൽകുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. കാരണം ഈ ഒരു സാമ്പത്തികപരമായ കാര്യങ്ങളിൽ അന്വേഷണം നടത്തുന്നതിന് പ്രത്യേക അന്വേഷണ സംഘത്തിന് അതിൻ്റെതായ പരിമിതികളുണ്ട്. പക്ഷേ കേന്ദ്ര ഏജൻസി ആയതുകൊണ്ട് തന്നെ അവർക്ക് മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് വ്യാപിച്ചു കിടക്കുന്ന ഇതുമായി ബന്ധപ്പെട്ടവരിലേക്ക് എത്താനും കുറച്ചുകൂടി എളുപ്പമാണ്. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ SIT ഇതിൽ സഹകരിച്ച് മുന്നോട്ട് കൊണ്ടുപോവുക, അനാവശ്യമായിട്ടുള്ള നിയമക്കുരുക്കളിലേക്ക് പോകാതെ EDയുമായി സഹകരിച്ച് മുന്നോട്ട് പോവുക എന്നൊരു തീരുമാനം എടുത്തിട്ടുള്ളത്. അതിനൊപ്പം തന്നെ തന്ത്രിയുമായി ബന്ധപ്പെട്ട കൂടുതൽ കാര്യങ്ങൾ, കാരണം ഉണ്ണികൃഷ്ണൻ പോറ്റി നിരവധി വർഷമായി ഈ ഒരു ശബരിമലയുമായി ബന്ധപ്പെട്ട സ്പോൺസറായി നിലനിന്നിരുന്നു. മാത്രമല്ല തന്ത്രിക്കടക്കം നേരിട്ട് പരിചയമുണ്ടെന്ന് സമ്മതിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ ഇവർ തമ്മിലുള്ള ഇടപാടുകൾ, ആശയവിനിമയങ്ങൾ നടത്തിയതും കാര്യങ്ങളും മറ്റും SIT അന്വേഷിച്ചിട്ടുണ്ട്. പക്ഷേ ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ സാമ്പത്തിക ഇടപാടുകൾ എന്തൊക്കെ
രൂപയ്ക്ക് ഭൂമിയടക്കം വാങ്ങിയിട്ടുണ്ടെന്ന സൂചനകൾ വരുന്നു. അതിനുള്ള സാമ്പത്തിക പിൻബലം എവിടെ നിന്നായിരുന്നു എന്നടക്കമുള്ള കാര്യങ്ങളിൽ അന്വേഷണം വരേണ്ടതുണ്ട്. മാത്രമല്ല ഇത്രയും കിലോ സ്വർണം, അതായത് ഇപ്പോഴത്തെ വിപണി നിലവാരം അനുസരിച്ച് കോടിക്കണക്കിന് രൂപയുടെ ഒരു കൊള്ളയാണ് ശബരിമലയിൽ നടന്നിട്ടുള്ളത്. ആ കൊള്ളപ്പണം അത് എവിടെയൊക്കെ പോയി? മാത്രമല്ല ഇപ്പോൾ വിപണി നിലവാരത്തിനനുസരിച്ച തുകയായിരിക്കില്ല ശബരിമലയിൽ നിന്നും ലഭിച്ച സ്വർണത്തിന് ലഭിക്കുക. കാരണം പുരാവസ്തു മൂല്യമുള്ള ഒരു ഇത്തരത്തിലുള്ള വലിയൊരു ക്ഷേത്രത്തിന്റെ ഭാഗമായി നിൽക്കുന്ന സ്വർണം അത് മാർക്കറ്റിലേക്ക് എത്തുമ്പോൾ അതിന് നിലവിലുള്ള വിലയേക്കാൾ കൂടുതൽ വില, ഇരട്ടി വിലയിൽ അധികം ലഭിക്കാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെയാണെങ്കിൽ ആ ലാഭം ആരൊക്കെ പിൻപറ്റി, അത് ആരുടെയൊക്കെ കയ്യിലേക്ക് എത്തി, ഇതിന് കൃത്യമായി ആരൊക്കെ പിന്തുണ നൽകിയിട്ടുണ്ട് എന്ന നിർണായകമായ കാര്യങ്ങളിലേക്ക് ED അന്വേഷണവും ഒപ്പം SIT അന്വേഷണവും സമാന്തരമായി എത്താനുള്ള ഒരു സാഹചര്യം കൂടി ഇനി വരും ദിവസങ്ങളിലുണ്ട്. അത്തരത്തിലാണെങ്കിൽ ഹൈക്കോടതി കേന്ദ്ര ഏജൻസിയെ മുഴുവനായി അന്വേഷണത്തിന് ഏൽപ്പിക്കുമോ എന്ന കാര്യവും EDയുടെ അന്വേഷണത്തിന്റെ ബാക്കി പത്രമായിട്ടായിരിക്കും മനസ്സിലാക്കാൻ കഴിയുക. എന്ന് തന്നെയാണെങ്കിലും SIT അന്വേഷണവും പുരോഗമിക്കുന്നു, ഒരു മറുവശത്ത് ED അന്വേഷണവും പുരോഗമിക്കുന്നു. ഇതിൽ ഗൂഢാലോചനയിൽ പങ്കാളികളായവരിലേക്ക് ആരാണ് ആദ്യം എത്തുക, അത്തരം കാര്യങ്ങളിൽ കൂടുതൽ വെളിപ്പെടുത്തൽ ആരുടെ ഭാഗത്തു നിന്നാണ് അന്വേഷണത്തിന്റെ ഭാഗമായി ഉണ്ടാവുക എന്ന കാര്യം ഇനിയും പുറത്തു വരേണ്ടിയിരിക്കുന്നു. ശ്രീജ, ശരി, സാരംഗാണ് വിവരങ്ങൾ നൽകിയത്. കാസർഗോഡ് കുമ്പള നായ്ക്കാപ്പിലെ സ്വർണ്ണ കവർച്ചയിൽ ബംഗളൂരുവിൽ വിൽപ്പന നടത്തിയ സ്വർണ്ണാഭരണം കണ്ടെടുത്തു. അറസ്റ്റിലായ ഇബ്രാഹിം കലന്തർ ആഡംബര ജീവിതം നയിക്കുന്നതിന് വേണ്ടിയാണ് കവർച്ചകൾ നടത്തുന്നതെന്ന് പോലീസ് വ്യക്തമാക്കി. KV ബൈജു വിവരങ്ങളുമായി. ബൈജു, സ്വർണം കണ്ടെത്തി കഴിഞ്ഞു, ഇനി കൂടുതൽ ഇത്തരം കവർച്ചകൾ നടത്തിയിട്ടുണ്ടോ? അത്തരം വിവരങ്ങളാണ് അറിയേണ്ടത്. എന്തൊക്കെയാണ് നമുക്ക് ലഭിക്കുന്ന വിശദാംശങ്ങൾ? ശ്രീജ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇയാൾ ഈ കവർച്ച ചെയ്ത സ്വർണം അത് ബംഗളൂരുവിലെ ഒരു ജ്വല്ലറിയിൽ വിൽപ്പന നടത്തുകയായിരുന്നു. ആ സ്വർണ്ണമാണ് ഇപ്പോൾ കണ്ടെടുത്തത്. പ്രധാനമായും ആ ജ്വല്ലറിയിലെ CCTV ദൃശ്യങ്ങൾ തന്നെയാണ് ഈ പ്രതിയിലേക്ക് എത്താനും പോലീസിനെ സഹായിച്ചതെന്നാണ് പറയുന്നത്. എന്തായാലും അവിടെ നിന്നും ഒരു മാല കണ്ടെത്തിയിരിക്കുന്നു. 5 പവനോളം തൂക്കമുള്ള മാലയാണ് ഇപ്പോൾ കണ്ടെത്തിയിട്ടുള്ളത്. അതായത് 29 പവൻ സ്വർണവും വെള്ളിയും പണവും. അതാണ് ഈ കുമ്പള നായ്ക്കാപ്പിലെ അഭിഭാഷക ചൈത്രയുടെ വീട്ടിൽ നിന്നും കവർ ചെയ്യപ്പെട്ടത്. അതിൽ നിന്നുമാണ് ഇത്രത്തോളം ഇപ്പോൾ സ്വർണം കിട്ടിയിട്ടുള്ളത്. ഇയാളിപ്പോൾ ജുഡീഷ്യൽ കസ്റ്റഡിയിലാണുള്ളത്. ഇയാളെ കൂടുതൽ ചോദ്യം ചെയ്യാൻ പോലീസ് കസ്റ്റഡിയിൽ ആവശ്യപ്പെട്ട് അപേക്ഷ നൽകിയിട്ടുണ്ട്, കോടതിയിൽ അപേക്ഷ നൽകിയിട്ടുണ്ട്. ഇയാളെ കസ്റ്റഡിയിൽ ലഭിച്ചാൽ മാത്രമേ ഇതിൽ കൂടുതൽ വിവരങ്ങൾ ലഭ്യമാവും. ശ്രീജ, അതിനു മുമ്പ് വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്ത കൂടി ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. അതായത് ഇതിന് തൊട്ട് പിറ്റേ ദിവസം തന്നെ 7ഓളം ക്ഷേത്രങ്ങളിൽ കവർച്ച നടത്തിയിരുന്നു. അതായത് കാഞ്ഞങ്ങാട് പോലീസ് സ്റ്റേഷന്റെ കീഴിലുള്ള 7 ക്ഷേത്രത്തിലാണ് മോഷണം നടന്നത്. അതിൽ ഇപ്പോൾ ഒരു അപ്ഡേറ്റ് വന്നിരിക്കുന്നു. അതിൽ രണ്ട് പ്രതികളെ പിടിച്ചിരിക്കുന്നു. അതിൽ ഏറ്റവും പ്രധാനം ഈ പ്രതികൾ പ്രായപൂർത്തിയാകാത്തവരെന്നാണ്. +1 പഠിക്കുന്ന 2 വിദ്യാർത്ഥികളാണ് പിടികൂടിയിരിക്കുന്നത്. അതായത് മോട്ടോർ സൈക്കിളിലെത്തി അവിടെ 7 ക്ഷേത്രങ്ങളിലാണ് കവർച്ച നടന്നത്. ഈ കലന്തർ ഷാഫിയുടെ അസ്രഫിന്റെ പറഞ്ഞ അതേപോലെ തന്നെ ഈ സംഭവത്തിലും സമാനതകളുണ്ട്. അതായത് ആഡംബരമായ ജീവിതമാണ് ഈ കുട്ടികൾ നയിച്ചതെന്നാണ് പോലീസ് ഇപ്പോൾ പറയുന്നത്. നമുക്ക് ഇവരുടെ വിവരങ്ങൾ പറയാൻ സാധിക്കില്ല, കാരണം പ്രായപൂർത്തിയാകാത്ത കുട്ടികളാണ്. 7 ക്ഷേത്രങ്ങളിലാണ് ഭണ്ഡാരം കുത്തി തുറന്നതും അത്തരത്തിലുള്ള കവർച്ച നടന്നത്. നമുക്കറിയാം ഈ ഒരു വാർത്ത, ഈ ചൈത്രയുടെ വാർത്ത വന്നതിന് തൊട്ടു പിറ്റേ ദിവസമാണ് ഈ ഒരു ക്ഷേത്രത്തെ കവർച്ച കൊണ്ടുണ്ടായിരുന്നത്. അതിലാണിപ്പോൾ ഈ കുട്ടി പ്രതികളെ പിടികൂടിയിരിക്കുന്നത്. 2 പേരാണ് പിടികൂടിയിരിക്കുന്നത്. ഇവർ ആഡംബര ഹോട്ടലുകളിൽ പോയി വലിയ തോതിലുള്ള ഭക്ഷണം കഴിക്കുകയും ഇത്തരത്തിൽ വാഹനങ്ങൾ വാങ്ങുകയൊക്കെ ചെയ്യുന്നു ഈ പണം ഉപയോഗിച്ചെന്നാണ് പോലീസ് പറയുന്നത്. ഏതായാലും ഈ ചൈത്രയുടെ കവർച്ചയുമായി ബന്ധപ്പെട്ട് ഇയാളെ കൂടുതൽ ചോദ്യം ചെയ്യേണ്ടതുണ്ട്. ഇത് കഴിഞ്ഞ ഞായറാഴ്ചയാണ് ആ വീട്ടിൽ കവർച്ച നടന്നത്. അതായത് ഇവർ ഒരു ക്ഷേത്രത്തിലെ ഒരു ഉത്സവത്തിന് പോയ സമയത്തായിരുന്നു ഈ കവർച്ച. വൈകിട്ട് 6 അതുപോലെ തന്നെ 8 ഇടയിലെ സമയത്തിനിടയിലാണ് ഈ വീട്ടിന്റെ പുറകുവശത്തെ വാതിൽ കുത്തി തുറന്ന് അലമാറയിലുണ്ടായിരുന്ന ഈ സ്വർണ്ണമൊക്കെ കൊണ്ടുവന്ന സാഹചര്യം ഉണ്ടായത്. എന്തായാലും പോലീസിന്റെ ഈ ഭാഗങ്ങളിൽ കഴിഞ്ഞ കുറെ മാസങ്ങളായി വലിയ തോതിൽ കവർച്ച നടക്കുന്നുണ്ടായിരുന്നു. അതിലൊന്നും പ്രതികളെ പിടികൂടാൻ സാധിക്കാത്തൊരു സാഹചര്യം, വലിയ വിമർശനം പോലീസിനെതിരെ ഉയരുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അങ്ങനെ ഈ ഒരു കവർച്ചയിൽ ഇയാളെ പിടികൂടിയതോടുകൂടി ഈ പ്രദേശത്ത് കേന്ദ്രീകരിച്ച് വീടുകളിൽ നടന്ന കവർച്ച, അത് 40 പവൻ സ്വർണ്ണമൊക്കെ കവർച്ച ചെയ്ത സംഭവം ഉണ്ടായിട്ടുണ്ട്. അതിലൊക്കെ തുമ്പുണ്ടാക്കാൻ സാധിക്കുമെന്ന് തന്നെയാണ് പറയുന്നത്. ഈ കലന്തർ അഷ്റഫ് എന്ന് പറയുന്ന ആളുടെക്കെതിരെ കർണാടകയിലും കേരളത്തിലുമായി 25-ലധികം കേസുകളുണ്ട്. അതിൽ ഏറ്റവും പ്രധാനം അഡ്യനെടുക്ക ശാഖ, അവിടെ നടന്ന കവർച്ച 2 കിലോ സ്വർണവും 7 ലക്ഷം രൂപയാണ് അവിടെ നിന്നും കവർ ചെയ്തത്. അങ്ങനെ വലിയ വൻ കവർച്ച നടത്തുന്ന ഒരു സംഘമാണ്. ഇയാൾക്കൊപ്പം കൂടുതൽ പേർ ഈ സംഘത്തിൽ ഉണ്ട് എന്ന് തന്നെയാണ് പറയുന്നത്. അങ്ങനെ അവരെയും കൂടി കണ്ടെത്തേണ്ടതുണ്ട്.
പറയുന്നുണ്ട്. അതിനാണ് ഇയാളെ കസ്റ്റഡിയിൽ ആവശ്യപ്പെട്ടിപ്പോൾ പോലീസ് കോടതിയിൽ അപേക്ഷ നൽകിയിട്ടുള്ളത്. ഇയാളെ കസ്റ്റഡിയിൽ ലഭിക്കുന്ന മുറയ്ക്ക് തന്നെ ഇത്തരം കാര്യങ്ങൾ പോലീസിന് സൂചന ലഭിക്കും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. വലിയ പ്രതിഷേധമാണ് പോലീസിനെതിരെ മഞ്ചേശ്വരം, പ്രത്യേകിച്ച് മഞ്ചേശ്വരം മണ്ഡലത്തിലാണ്, അതുപോലെ തന്നെ കുമ്പള ഭാഗങ്ങളിലുമാണ് വലിയ തോതിൽ കവർച്ച നടന്നത്. ഈ കലണ്ടറിന്റെ ഒരു രീതി എന്ന് പറയുന്നത് പല സ്ഥലങ്ങളിൽ വാടക വീടുകളിൽ താമസിക്കും, ആ പ്രദേശം കണ്ടുവെക്കും, അങ്ങനെ അവിടെ കവർ ചെയ്യും, പിന്നീട് അടുത്ത വാടക വീട്ടിലേക്ക് പോകും. അതാണ് ഇയാളുടെ രീതി. ഇയാൾ കർണാടക സ്വദേശിയാണ്, പക്ഷേ കാസർഗോഡ് ജില്ലയിലെ വിവിധ ഇടങ്ങളിലെ ക്വാർട്ടേഴ്സുകളിൽ ഇത്തരത്തിൽ താമസിച്ച് കവർച്ച നടത്തുന്ന രീതിയായിരുന്നു ഇയാളുടേത്. ഇയാൾ പിടിയിലായത് വലിയ ആശ്വാസമായിട്ടുണ്ട്. ഇനി മറ്റു സ്വർണം 29 പവനാണ് കവർ ചെയ്യപ്പെട്ടത്. 4 പവനോളം മാത്രമാണ് ഇപ്പോൾ, ഒരു മാല മാത്രമാണ് ഇപ്പോൾ ബംഗളൂരുവിലെ ജ്വല്ലറിയിൽ നിന്ന് ലഭിച്ചിട്ടുള്ളത്. കൂടുതൽ സ്വർണം, ഇയാൾ കവർ ചെയ്ത സ്വർണം ഇനി കണ്ടെത്തേണ്ടതുണ്ട്. അത്തരം കാര്യങ്ങൾ ഇയാളെ കസ്റ്റഡിയിൽ വാങ്ങി വിശദമായി ചോദ്യം ചെയ്താൽ മാത്രമേ കണ്ടെത്താൻ സാധിക്കൂ. അതിനുള്ള നടപടികൾ പോലീസ് ആരംഭിച്ചിട്ടുണ്ട്. അതിനിടയിലാണ് ഞെട്ടിപ്പിക്കുന്ന കാഞ്ഞങ്ങാട്ടെ ഈ ഒരു 7ഓളം ക്ഷേത്രങ്ങളിൽ നടന്ന കവർച്ചയുമായി ബന്ധപ്പെട്ട് 2 +1 പഠിക്കുന്ന വിദ്യാർത്ഥികൾ അറസ്റ്റിലായിരിക്കുന്നു. ഏതായാലും പോലീസ് അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട്. അത് മാത്രമല്ല രാത്രികാല പരിശോധന അത് ശക്തമാക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ സ്വർണത്തിന്റെ വില അത് വലിയ തോതിൽ ഇങ്ങനെ കവർച്ചയ്ക്കും ഒക്കെ കാരണമാകുന്നുണ്ട്. സ്വർണത്തിന്റെ വില ഓരോ ദിവസം കഴിയുമ്പോഴും കുതിച്ചു വരുന്ന ഒരു സാഹചര്യമുണ്ട്. അങ്ങനെ ഈ പ്രത്യേകിച്ച് ആളുകളില്ലാത്ത വീടുകളിൽ കുത്തിത്തുറന്ന് കവർച്ച നടത്തുന്ന വലിയ സംഘം തന്നെ കാസർഗോഡ് ജില്ലയിൽ തമ്പടിച്ചിട്ടുണ്ടെന്നാണ് പോലീസിന് ലഭിച്ചിരിക്കുന്ന വിവരം. പ്രധാനമായും ഇവർ കവർച്ച ചെയ്തതിനു ശേഷം കർണാടകയിലേക്കോ അല്ലെങ്കിൽ ഗോവയിലേക്കോ കടക്കുന്ന ഒരു സാഹചര്യമാണ്. അതുകൊണ്ട് തന്നെ ഇവരെ പിടികൂടാൻ വലിയ പ്രയാസമാണ്. ഇതിൽ ഈ കേസിലേക്ക് വന്നാൽ വിരലടയാളം, ഇവിടെ നിന്ന് ലഭിച്ച വിരലടയാളവും CCTV-യുമാണ് ഇതിൽ നിർണായകമായത്. കെ വി ബൈജുവാണ് വിവരങ്ങൾ നൽകിയത്. പയ്യന്നൂരിലെ രക്തസാക്ഷി ഫണ്ട് തട്ടിപ്പ് വിവാദത്തിൽ വി കുഞ്ഞികൃഷ്ണനെതിരെ പ്രതിഷേധം. കുഞ്ഞികൃഷ്ണന്റെ വീട്ടിലേക്ക് CPM പ്രവർത്തകർ പ്രതിഷേധ പ്രകടനം നടത്തി. വീടിന് മുന്നിൽ പടക്കം പൊട്ടിച്ച 15ഓളം പേരാണ് പ്രതിഷേധിച്ചത്. പ്രതിഷേധത്തിന് പിന്നിൽ പാർട്ടി പ്രവർത്തകരാണെന്ന് കുഞ്ഞികൃഷ്ണൻ പ്രതികരിച്ചു. അവകാശം അവർക്ക് നിർവഹിക്കാം. നമ്മൾ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമൊന്നുമില്ലല്ലോ. എന്താ മനസ്സിലാക്കുന്നത്? പാർട്ടി പ്രവർത്തകർ തന്നെയാണോ? എന്താ? അതെ, പാർട്ടി പ്രവർത്തകരാണെന്നാണ് മനസ്സിലാക്കിയത്. പക്ഷെ ഈ പ്രദേശത്തുള്ള ഒരാളുമില്ല. അത് കാരവൽ പ്രദേശത്ത് നിന്ന് വന്നവരെ. കാരവൽ എന്ന് പറഞ്ഞാൽ നിഷാദ് എന്ന് വെച്ചാൽ കൗൺസിലർ അയാളുടെ ഉണ്ടായിരുന്നോ സമീപത്ത്? അയാളുണ്ടായിരുന്നോ അറിയില്ല. ആള് പരോളിൽ ഉള്ള ഒരു കക്ഷി, അങ്ങനെ അതിൽ പങ്കെടുക്കില്ല. പഴയ മുദ്രാവാക്യൊക്കെയാണ്. ഉണ്ണീഷേട്ട എവിടെയായിരുന്നു? ഇനിയിപ്പം കണ്ടില്ല. ഉണ്ണീഷേട്ടൻ ഇല്ലാത്ത സമയത്ത് അവർ വന്നു. എവിടെയായിരുന്നു ഉണ്ണീഷേട്ടൻ? ഞാനൊരു കല്യാണത്തിന് പോയതാണ്. രക്തസാക്ഷി ധനരാജിൻ്റെ മരുമകളുടെ കല്യാണമായിരുന്നു. അത് നേരത്തെ ക്ഷണിച്ചിരുന്നു. ഞാൻ പോകാൻ കഴിയില്ല എന്നുള്ള നിലയിൽ രാവിലെ അവരെ വിളിച്ച് പറഞ്ഞതാണ് ഞാൻ ഉണ്ടാവില്ല. പക്ഷേ നിർബന്ധമായും വരണം എന്ന് പറഞ്ഞപ്പോൾ അവിടെ ഒന്ന് പോയി വരാം എന്ന് തീരുമാനിച്ച് പോയി വന്നതാണ്. ഇവരൊക്കെ പാർട്ടി അംഗങ്ങൾ തന്നെയാണോ? CPM എല്ലാവരും അംഗങ്ങളാന്ന് പറയാൻ പറ്റില്ല. രജീഷ് വിവരങ്ങളുമായി. രജീഷ്, വലിയ പ്രതിഫലനങ്ങളും പ്രത്യാഘാതങ്ങളും ഒക്കെയാണ് ഇങ്ങനെ ഒരു വെളിപ്പെടുത്തലിന് പിന്നാലെ ഉണ്ടാവുക എന്ന് ഉറപ്പാണ്. വി കുഞ്ഞികൃഷ്ണനെ പോലെ അവിടുത്തെ ഏവരുടെയും ജനകീയനായ ഒരു നേതാവ്, പ്രത്യേകിച്ച് ആർക്കും ഒന്നും മോശം പറയാനില്ലാത്തൊരു നേതാവ് ഇങ്ങനെ ഒരു വെളിപ്പെടുത്തൽ നടത്തുമ്പോൾ അത് പാർട്ടിക്ക് ഉണ്ടാക്കുന്ന ആഘാതം വളരെ വലുതാണ്. ഇപ്പോൾ ഈ പ്രതിഷേധവും ഒക്കെയായി ഇത് തെരുവിലേക്ക് നീങ്ങുകയാണോ? ശ്രീജ, വലിയ തോതിലുള്ള പ്രതിഫലനങ്ങൾ ഇതുവരെ ഉണ്ടായിട്ടില്ല എന്ന് വേണം പറയാൻ. ഇന്നുണ്ടായത് വളരെ ചെറിയ ഒരു വൈകാരികമായ ഒരു പ്രതികരണമായിട്ട് വേണം കരുതാൻ. കേവലം 15 പേർ മാത്രമാണ് വി കുഞ്ഞികൃഷ്ണന്റെ വെള്ളൂരിലെ വീട്ടിലേക്ക് പ്രതിഷേധ പ്രകടനം നടത്തിയത്. പാർട്ടിയെ പ്രതിസന്ധിയിലാക്കിയുള്ള വി കുഞ്ഞികൃഷ്ണന്റെ തുടരെയുള്ള പ്രതികരണങ്ങൾക്കിടെയാണ് ഈ ഒരു സംഭവം നടന്നത്. 15ഓളം പ്രവർത്തകർ പ്രതിഷേധവുമായി കുഞ്ഞികൃഷ്ണന്റെ വീട്ടിലേക്ക് എത്തുകയും വീടിന് മുന്നിൽ പടക്കം വെച്ച് പൊട്ടിക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിരുന്നത്. എന്നാൽ ആ സമയം കുഞ്ഞികൃഷ്ണൻ വീട്ടിൽ ഉണ്ടായിരുന്നില്ല. സമീപത്ത് അടുത്ത് തന്നെയുള്ള കൂർമ്പ ഓഡിറ്റോറിയത്തിൽ ഒരു വിവാഹത്തിൽ പങ്കെടുക്കാൻ പോകുന്ന സമയത്തായിരുന്നു ഈ സംഭവം നടന്നത്. പടക്കം പൊട്ടിച്ച് പ്രതിഷേധക്കാർ പിരിഞ്ഞു പോയതിന് പിന്നാലെയാണ് വി കുഞ്ഞികൃഷ്ണൻ സ്ഥലത്തെത്തിയത്.
വിവാഹത്തിനെ കുറിച്ച് ചോദിച്ചപ്പോൾ ഈ ഫണ്ട് വിവാഹത്തിൽ പ്രധാനപ്പെട്ട രക്തസാക്ഷി ഫണ്ടുമായി ബന്ധപ്പെട്ട ധനരാജിന്റെ തന്നെ മരുമകളുടെ വിവാഹത്തിൽ പങ്കെടുക്കാൻ പോയതാണ് എന്നാണ് ബി കുഞ്ഞികൃഷ്ണൻ പ്രതികരിച്ചത്. പോകാൻ താല്പര്യമില്ലെന്ന് അറിയിച്ചെങ്കിലും കുടുംബത്തിന്റെ സ്നേഹപൂർവ്വമായ ഒരു നിർബന്ധത്തിന് വഴങ്ങി പങ്കെടുത്തു എന്നും രാഷ്ട്രീയത്തിനപ്പുറമായ ഒരു ഊഷ്മളമായ ബന്ധമാണ് കുടുംബവുമായി ഉള്ളതുമെന്നൊക്കെ കുഞ്ഞികൃഷ്ണൻ പറയുന്നുണ്ട്. ഇന്നലെ മുതൽ കുഞ്ഞികൃഷ്ണനെ അനുകൂലിച്ചും പ്രതികൂലിച്ചും എല്ലാം വ്യാപകമായ പോസ്റ്ററുകളും ഫ്ലക്സ് കാർഡുകളും ഒക്കെ ഉയരുന്നതും നമ്മൾ കണ്ടതാണ്. അതിൽ ചിലതൊക്കെ തകർക്കപ്പെട്ടിട്ടുമുണ്ട്. വരും ദിവസങ്ങളിൽ പ്രതിഷേധങ്ങൾ കുറച്ചുകൂടി കനക്കാൻ സാധ്യതയുണ്ട് എന്ന് വേണം മനസ്സിലാക്കാൻ. ശ്രീജ, ശരി, രജീഷ് കുളങ്ങരയാണ് വിവരങ്ങൾ നൽകിയത്. സ്പോട്ട് ലൈവ് പൂർണ്ണമാവുകയാണ്. നമസ്കാരം. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.